സോ നമ്മളെ അടുത്ത ചാപ്റ്റർ തന്നെ പറയാം. ഏറ്റവും ടഫസ്റ്റ് ചാപ്റ്റർ ഇൻ FR ആണ് കൺസോൾട്ടേഷൻ. ഓക്കെ, ഇങ്ങനെ പറഞ്ഞു തുടങ്ങും ടഫ് ആണെന്നൊക്കെ പറയും. പക്ഷെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുവാണെങ്കിൽ ഏറ്റവും ഞാൻ പറയാം ഏറ്റവും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതും ഈസി ചാപ്റ്റർ ഇതാണ്. ഇനി ഇതിൽ നിന്ന് നമ്മൾക്ക് മിക്കവാറും ബാലൻസ് ഷീറ്റ്, അതായത് SOFP SOPL പ്രിപ്പയർ ചെയ്യാനായിരിക്കും ഉണ്ടാവുക. ഞാൻ ഇത്രയും കോൺഫിഡന്റ് ആയിട്ട് പറയുന്നത് എന്താ വെച്ചാ, നിങ്ങൾക്ക് ആൻസേഴ്സ് എന്താ പറയാ ടാലിഡ് ആയിട്ട് കിട്ടിയാൽ മാത്രം മാർക്സ് കിട്ടുള്ളൂ എന്നൊന്നും ഇവിടെ ഇല്ല. അപ്പൊ ഈ കൺസോൾട്ടേഷനിൽ നമ്മൾ പഠിക്കുന്ന സ്റ്റെപ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു മാർക്സ് കിട്ടും. ഓക്കെ, നമ്മൾക്ക് സംഭവം ടാലി ആവണമെന്നില്ല, വർക്കിംഗ്സ് ഒക്കെ കൊടുക്കുക, അതൊക്കെ കറക്റ്റ് ആയിട്ട് SOFP SOPയിൽ റിഫ്ലക്ട് ചെയ്യുക. ആൻഡ് ഇറ്റ് ഡസൻ മാറ്റർ ഇഫ് ഇറ്റ് ഇസ് റോങ്, ഇഫ് ദ ഫിഗേഴ്സ് ഗോ റോങ്, കുഴപ്പമില്ല. ഓക്കെ, സോ നമുക്ക് തുടങ്ങാം. അപ്പൊ കൺസോളിഡേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒന്നിച്ചുള്ള രണ്ട് കമ്പനീസ് കൂടിച്ചേരുമ്പം അവരുടെ FS രണ്ടും നമ്മൾ ഒന്നിച്ച് പ്രിപ്പയർ ചെയ്യുന്ന ആ ഒരു മെത്തേഡിനാണ് എന്ന് പറയുന്നത് കൺസോളിഡേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു മേജേഴ്സ് ആൻഡ് എക്വിസിഷൻ ഒക്കെ നടക്കുമ്പം ആ രണ്ട് കമ്പനീസിനെ നമ്മൾ എന്ത് ചെയ്യും? ഒന്നായിട്ട് കാണിക്കും, അല്ലെ? സോ ആ ഒരു മെത്തേഡാണ് എന്ത്? കൺസോളിഡേഷൻ. ഓക്കെ, ഇതിനൊരു സ്റ്റാൻഡേർഡ് ഒക്കെ ഉണ്ട്. പക്ഷെ ഫോർ ടൈം ബീങ് FRൽ നിങ്ങൾക്ക് അതൊന്നും വേണ്ട. ഓക്കെ, SBRൽ നിങ്ങൾ പഠിച്ചാൽ നല്ലത്, അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇനി സപ്പോസ് നമ്മളെ മുമ്പിൽ ഒരു P എന്ന് പറയുന്ന കമ്പനി ഉണ്ട്, ഒരു S എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ട്. ഓക്കെ, സപ്പോസ് P എന്ത് ചെയ്തിട്ടുണ്ട്? എസിനെ എക്വയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, എക്വയർ ചെയ്ത സമയത്ത് മോർ ദാൻ 50% എക്വയർ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ P ആണ് എന്ത്? പാരന്റ് കമ്പനി. ആരെയാണോ എക്വയർ ചെയ്യുന്നത് മോർ ദാൻ 50%, അവരെയാണ് സബ്സിഡിയറി കമ്പനി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മോർ ദാൻ 50% എക്വയർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? കൺട്രോൾ ഉണ്ട് എന്ന് അർത്ഥം. ഓക്കെ, അതായത് Pക്ക് എന്തുണ്ട്? എസിനോട് കൺട്രോൾ ഉണ്ട്. ഇനി ഈ കൺട്രോൾ എന്ന് വെച്ചാൽ എന്താണ്? പവർ ടു ടേക്ക് ഡിസിഷൻസ് ആണ്. ഓക്കെ, ഇനി ഇപ്പൊ മോർ ദാൻ 50, ലെറ്റ്സ് ജസ്റ്റ് സേ 50%, മോർ ദാൻ ലെറ്റ്സ് ജസ്റ്റ് സേ 70% ആണ് എക്വയർ ചെയ്തെന്ന് വിചാരിക്കുക. അപ്പൊ ബാക്കി ഒരു 30% ഉണ്ടാവുമല്ലോ. ആ 30%-നാണ് നമ്മൾ എന്ത് പറയുന്നത്? നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊരു ബേസിക് നോളജാ. ഓക്കെ, ഇതിന് പുറമെ സപ്പോസ് ഒരു കമ്പനിക്ക് നമ്മൾക്ക് 50% ഇല്ല. ഓക്കെ, പക്ഷെ ബാക്കി റിമൈനിങ് 50% ഓഫ് ദ കമ്പനി വെസ്റ്റ് ബിറ്റ്വീൻ എ നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സ്. അതായത് നമ്മൾക്ക് കൗണ്ട് ചെയ്യാൻ പറ്റാത്തത്രയും ഷെയർ ഹോൾഡേഴ്സിന്റെ കയ്യിൽ ഓരോ ഷെയർ ഒക്കെ ആയിട്ടാണുള്ളെങ്കിൽ നമ്മളായിരിക്കും എന്താണ്? കൂടുതൽ ഹോൾഡിംഗ് ആരെടുത്താണോ ഉള്ളത് അവരായിരിക്കും ദ കൺട്രോളിങ് പവർ, അല്ലെ? സോ അങ്ങനെ ആയാലും ഒരാൾ എന്തായി മാറും? പാരന്റ് ആയിട്ട് മാറും. സോ ബേസിക്കലി എന്താണ്? പവർ 50%-ന്റെ മുകളിൽ വേണം, ഷെയർസ് 50%-ന്റെ മുകളിൽ വേണം എന്നുള്ളതല്ല അതിന്റെ റൂള്. പക്ഷെ നിങ്ങൾ പഠിക്കുമ്പോൾ അങ്ങനെയാ പഠിക്കുക. മോർ ദാൻ 50% ഓൺ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ്? കമ്പനിയുടെ ആ കമ്പനി നമ്മളെ സബ്സിഡിയറി ആണെന്നുള്ളത്. ലോജിക്കലി ഇങ്ങനെയും സംഭവിക്കാം. കാരണം എന്താണ്? ഒരു കമ്പനിയുടെ മേ ബി ഒരു 50% ഷെയർസ് വളരെ സ്കാറ്റേർഡ് ആണ്, ബാക്കി 50% മൊത്തം നമ്മളുടെ കയ്യിലാണ്. അങ്ങനെയാണെങ്കിലും നമ്മൾ എന്താണ്? പാരന്റ് കമ്പനിയാണ്. ഇനി ഈ ഒരു അറേഞ്ച്മെന്റ്, പാരന്റ് സബ്സിഡിയറി അറേഞ്ച്മെന്റിൽ ഇവരുടെ രണ്ടാളുടെ SOPയിലും SOFP എന്ത് ചെയ്യും? നമ്മൾ ഒന്നാക്കി വെക്കും. ഓക്കെ, അതിനാണ് എന്ത് പറയുന്നത്? കൺസോളിഡേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? P&S സിംഗിൾ എൻറ്റിറ്റി ആണെങ്കിലും അവരുടെ എന്ത് ചെയ്യുന്നുണ്ട്? ഗ്രൂപ്പ് ആയിട്ടുള്ള ആ ഒരു FS നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, അല്ലെ? സോ അതാണ് എന്ത്? കൺസോളിഡേഷൻ. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പം ഇവിടെ പവർ ടു ടേക്ക് ഡിസിഷൻസ്, കൺട്രോൾ ഉണ്ട്. Pനെ പാരന്റ് കമ്പനി എന്ന് പറയും, Sനെ സബ്സിഡിയറി എന്ന് പറയും. ഓക്കെ, സപ്പോസ് P എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ട്, A എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ട്. ഓക്കെ, ആൻഡ് Pക്ക് Aയിലുള്ള റൈറ്റ് ജസ്റ്റ് ബിറ്റ്വീൻ 20% ആൻഡ് 50% എന്ന് പറയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വെറും കമ്പനിയുടെ കാര്യങ്ങളിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള റൈറ്റേ ഉള്ളൂ, അല്ലെങ്കിൽ അതിന് നമ്മൾ എന്താ പറയാ? സിഗ്നിഫിക്കന്റ് ഇൻഫ്ലുവൻസ്, അത് മാത്രമേ ഉള്ളൂ എങ്കിൽ ഈ കമ്പനിയുടെ പാരന്റ് എന്നും ഈ കമ്പനിയുടെ അസോസിയേറ്റ് എന്നുമാണ് പറയുക. ഓക്കെ, ഇൻ ദിസ് കേസ് നമ്മൾ പ്രീവിയസ്ലി ചെയ്ത പോലെ എന്ത് ചെയ്യില്ല? SOPയിൽ SOFP ഒന്നിച്ചാക്കൂല. കാരണം കൺസോളിഡേറ്റ് ചെയ്യാൻ പാടില്ല, സബ്സിഡിയറി അല്ലാത്തതുകൊണ്ട്.
ഇനി ഇതിനെ നമ്മൾ വാല്യൂ ചെയ്യുക ഇക്വിറ്റി മെത്തേഡിലാണ്. ഇനി എന്താണ് ഈ ഇക്വിറ്റി മെത്തേഡ്? നമ്മൾ എത്രക്കാണോ ഏനെ വാങ്ങിയത് ആ കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ എന്താ ആഡ് ചെയ്യും? പ്രോഫിറ്റ് ആഡ് ചെയ്യും. എന്നിട്ട് കിട്ടുന്ന വാല്യൂ ആണ് ഇക്വിറ്റി മെത്തേഡിലൂടെ നമ്മൾ അസോസിയേറ്റിന് കാണുന്ന വാല്യൂ. ഓക്കെ, നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ, ഒരു ടൈപ്പ് ഓഫ് ഗ്രൂപ്പ് സിസ്റ്റം പറയുകയാണെങ്കിൽ, സപ്പോസ് ഒരു പി എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ട്, ഐ എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ട്. പി ഐനെ എക്വയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോറി, പി ഐന്റെ കുറച്ച് ഷെയർസ് വാങ്ങിയിട്ടുണ്ട്. ബട്ട് ഇറ്റ് ഫോൾസ് ലെസ് ദാൻ 20% ആണ്. ജസ്റ്റ് ഒരു 15% വാങ്ങിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പീനെ പാരന്റ് എന്നും ഐനെ നമ്മൾ സിമ്പിൾ ഇൻവെസ്റ്റ്മെന്റ് എന്നുവാ പറയാം. ഈ കേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കൺസോളിഡേറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ നമ്മൾക്ക് ഇക്വിറ്റി മെത്തേഡും ഫോളോ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ ഇതിനെ നമ്മൾ IFRS 9 ഇക്വിറ്റി ഇൻസ്ട്രുമെന്റ്സ് ആയിട്ടാണ് കൂട്ടുക. അപ്പം അത് രണ്ട് രീതിയിലുണ്ട്, ട്രേഡിംഗ് ഉണ്ട്, നോൺ ട്രേഡിംഗും ഉണ്ട്. നമ്മൾ ട്രേഡിംഗ് പർപ്പസിനാണ് വാങ്ങിയെങ്കിൽ ഫെയർ വാല്യൂ ത്രൂ P&L ആണ്. നമ്മൾ നോൺ ട്രേഡിങ്ങിനാണ് വാങ്ങിയെങ്കിൽ ഫെയർ വാല്യൂ ത്രൂ OCI ആണ്, മുമ്പ് പഠിച്ച പോലെ തന്നെ. ഇനി നിങ്ങള് എക്സാമിനർ നിങ്ങളുടെ അടുത്ത് നിന്ന് പ്രതീക്ഷിക്കുന്നത് 6 കാര്യങ്ങളാണ്. ഒന്ന് 5 വർക്കിങ്സ്, നിങ്ങളെ കൺസോൾട്ടേഷനിലുള്ള 5 സ്റ്റാൻഡേർഡ് വർക്കിങ്സ് അവിടെ അവർക്ക് കാണണം. ഓക്കെ, 6ാമത്തെ കാര്യം, ഈ വർക്കിങ്സ് ഒക്കെ നിങ്ങൾ SOFP SOPLോട്ട് എങ്ങനെയാണ് കൊണ്ടുവരുന്നതെന്നുള്ളത് എന്ത് ചെയ്യണം? അവരറിയണം. ഓക്കെ, സോ ഇതിലാണ് മാർക്ക്. അല്ലാതെ നിങ്ങൾ SOFP ടാലി ആക്കുന്നതിലല്ല മാർക്ക്. നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ പഠിച്ചത് പ്രസന്റ് ചെയ്യുന്നത്, ഈ 5 സ്റ്റാൻഡേർഡ് വർക്കിങ്സ് ഉണ്ടോ, അത് കൂടാതെ SOFP SOPL ഇതൊക്കെ എടുക്കുന്നുണ്ടോ, ഇതൊക്കെയാണ് എന്ത് ചെയ്യുക? എക്സാമിനർ നോക്കുക. ഞാനിത് ധൈര്യത്തിൽ പറയാൻ കാരണം, ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ ടാലി കിട്ടാത്ത ഒരു മനുഷ്യനാണ്. ഓക്കെ, സോ അൽഹംദുലില്ലാ മാഷാ അല്ലാഹ് കുഴപ്പമില്ലാണ്ട് ഞാൻ ഇവിടെ വരെ എത്തിയില്ല. ഓക്കെ, സോ ടാലിയിൽ എല്ലാ കാര്യം എന്നുള്ളത് അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത്. സോ ടാലി അല്ല, നിങ്ങൾ എങ്ങനെയാണോ ഒരു കാര്യം നല്ല വൃത്തിക്ക് പഠിച്ച് അത് പ്രസന്റ് ചെയ്യുന്ന, അതിലൂടെയാണ് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുക. ഓക്കെ, ടാലി കിട്ടുന്നത് വളരെ നല്ലത്. ഓക്കെ, ദാറ്റ് മീൻസ് മാഷാ അല്ലാഹ് ദിസ് പേഴ്സൺ ഇസ് വെരി സ്മാർട്ട്. ഓക്കെ, ഇനിയിപ്പോ എന്നെ പോലത്തെ ഉള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? പഠിച്ചതുപോലെ നമുക്ക് എന്ത് ചെയ്യാം? മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ 5 സ്റ്റാൻഡേർഡ് വർക്കിങ്സ് ആണ്. ആ 5 വർക്കിങ്സിനും 5 ഹെഡിങ്സ് ആണ്. ഫസ്റ്റത്തെ വർക്കിംഗ് ഗ്രൂപ്പ് സ്ട്രക്ചർ എന്ന് പറയാം. അതായത് നമ്മൾ ഗ്രൂപ്പ് സ്ട്രക്ചർ ഫിഗറേറ്റീവ്ലി എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ഗ്രൂപ്പ് സ്ട്രക്ചർ. ഓക്കെ, സോ ഗ്രൂപ്പ് സ്ട്രക്ചർ എന്താണ്? നമ്മൾ പറയും ഈ കമ്പനീനെ എക്വയർ ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ഒരു സംഭവം ഇട്ടെടുക്കും. ഇത് നിങ്ങൾക്ക് എക്സാമിന് ഇതില്ലല്ലോ, അപ്പൊ അതെന്ത് ചെയ്യുക? ഹൈഫൺ ഇട്ട് ആറോ മാർക്ക് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് അതിന്റെ താഴെ പെർസെന്റേജ് എത്രയാണ് എക്വയർ ചെയ്ത ആ പെർസെന്റേജ്. മോസ്റ്റ് പ്രോബബ്ലി ഇത് ചിലപ്പം തരില്ല, നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? കണ്ടുപിടിക്കേണ്ടി വരും. ഓക്കെ, ഈസിയാണ്, വളരെ ഈസിയാണ്. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? എപ്പോഴാണ് എക്വയർ ചെയ്ത ഡേറ്റ് എന്നുള്ളത് നമ്മൾ മെൻഷൻ ചെയ്യും. അതേപോലെ ആ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ എത്ര മാസത്തോളം എക്വിസിഷൻ ഉണ്ട് എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ, സപ്പോസ് നമ്മൾ ഇയർ എൻഡ് 31 ഡിസംബർ ആണെന്ന് വിചാരിക്കാം. നമ്മൾ 1 ജൂണിനാണ് എക്വയർ ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജൂൺ തൊട്ട് ഡിസംബർ വരെ 6 മന്ത്സ് ആണ് അല്ലെ? സോ ആ 6 മന്ത്സ് ആണ് നമ്മളുടെ എക്വിസിഷൻ മന്ത്സ്. ക്ലിയർ അല്ലേ? ഇനി നിങ്ങൾക്ക് വേണ്ട ഒരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ DOA ആണ്, ഡേറ്റ് ഓഫ് എക്വിസിഷൻ. ഓക്കെ, DOA എന്താണ്? ഡേറ്റ് ഓഫ് എക്വിസിഷൻ ആണ്. ക്വസ്റ്റനിൽ അത് ഉണ്ടാവും, അതെന്ത് ചെയ്യുക? ഫില്ല് ചെയ്യുക. പിന്നുള്ളത് ഡേറ്റ് ഓഫ് റിപ്പോർട്ടിംഗ് ആണ്, അതായത് നമ്മളുടെ ഇയർ എൻഡ്. ഇതും രണ്ടും അവിടെ വരണം. ഇനി ഇതിന് പുറമേ വരേണ്ടത് NCI ആണ്. NCI എന്താണ്? 100 മൈനസ് നമ്മൾ മുകളിൽ പറഞ്ഞ പെർസെന്റേജ് ആണ് NCI ആയിട്ട് കിട്ടുക. അപ്പൊ ഇതൊക്കെ മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ എന്തായി? ഗ്രൂപ്പ് സ്ട്രക്ചർ എന്ന് പറയുന്ന ഒരു വർക്കിംഗ് നോട്ടായി. ഈ ഒരു വർക്കിംഗ് നോട്ടിന് 1 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, 1 മാർക്ക്, ഈവൻ 1 മാർക്ക് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം ആ ഒരു മാർക്കിനായിട്ട് നിങ്ങൾ പാസ്സാവുക. അടുത്ത് വരുന്നത് വർക്കിംഗ് നോട്ട് 2 ആണ്. വർക്കിംഗ് നോട്ട് 2 നമ്മൾ കണ്ടുപിടിക്കുക നെറ്റ് അസറ്റ്സ് ഓഫ് സബ്സിഡിയറി ആണ്. ഓക്കെ, നെറ്റ് അസറ്റ്സ് ഓഫ് സബ്സിഡിയറി ആണ് എന്ത് ചെയ്യുക? നമ്മൾ വർക്കിംഗ് നോട്ട് 2 നമ്മൾ കണ്ടുപിടിക്കുക. ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? 2 ഡേറ്റ്സ് എടുക്കും. ഒന്ന് DOA, ഡേറ്റ് ഓഫ് എക്വിസിഷനും ഡേറ്റ് ഓഫ് റിപ്പോർട്ടിങ്ങും. ഓക്കെ, അപ്പം ഷെയർ ക്യാപിറ്റൽ ഇനി നമ്മൾ എപ്പോഴും ചിന്തിക്കുക, നമ്മൾ പാരന്റ് കമ്പനി പെർസ്പെക്റ്റീവിലാണ് എന്ത് ചെയ്യുന്നത്? ഇതൊക്കെ ഫില്ല് ചെയ്യുന്നത്.
ഇനി ഇവിടെ ഹെഡിങ് എന്താണ്? സബ്സിഡിയറിയുടെ ആണ്. സോ സബ്സിഡിയറിയുടെ ആണ് ഇവിടെ നമ്മൾ ഫില്ല് ചെയ്യാം. ഓക്കെ, സോ ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഹെഡിങ് ആവണം നിങ്ങൾ കാര്യങ്ങളൊക്കെ എടുക്കാൻ. വർക്കിംഗ് നോട്ട് 5, ഈ 5 സ്റ്റാൻഡേർഡ് വർക്കിംഗ് നോട്ട് 5 മാത്രമാണ് പാരന്റിന്റെ ഫോളോ ചെയ്യുന്നത്. ബാക്കി മൊത്തം എന്താണ്? ഒന്നിക്കൽ ഒരാളുടെ മാത്രമാണ്, അല്ലെങ്കിൽ മിക്സ് ആണ്. ഓക്കെ, അപ്പൊ വർക്കിംഗ് നോട്ട് 2 കംപ്ലീറ്റ്ലി ഇസ് ഓഫ് സബ്സിഡറീസ്. അതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഡേറ്റ് ഓഫ് എക്വിസിഷനും എടുക്കും, ഡേറ്റ് ഓഫ് റിപ്പോർട്ടിംഗും എടുക്കും. ഓക്കെ, ഡേറ്റ് ഓഫ് എക്വിസിഷൻ ക്വസ്റ്റനിൽ തന്നിട്ടുണ്ടാവും, ഡേറ്റ് ഓഫ് റിപ്പോർട്ടിംഗ് ഇയർ എൻഡ് നമുക്ക് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ടാവും. എന്നിട്ട് നമ്മൾ എടുക്കുക ഷെയർ ക്യാപിറ്റൽ എടുക്കും. നെറ്റ് അസറ്റ്സ് ആണ് വേണ്ടത്, നെറ്റ് അസറ്റ്സ് ആണ് വേണ്ടത്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ആദ്യം ഷെയർ ക്യാപിറ്റൽ എടുക്കും, ഡേറ്റ് ഓഫ് എക്വിസിഷനിലെ ഷെയർ ക്യാപിറ്റൽ ഫില്ല് ചെയ്യും, അതേപോലെ DOR ഇത് ഫില്ല് ചെയ്യും, RE എടുക്കും, സോറി. സോ RE എടുക്കും, REയും നമ്മൾ DOA DOR ഫില്ല് ചെയ്യും, OCI എടുക്കും, OCI DOA DOR ഫില്ല് ചെയ്യും, OCE എടുക്കും, അതേപോലെ DOA DOR ഫില്ല് ചെയ്യും. ഓക്കെ, പിന്നെ നിങ്ങളെ ക്വസ്റ്റനിൽ അഡീഷണൽ ഇൻഫർമേഷൻ ആയിട്ട് സർട്ടൻ ഫെയർ വാല്യൂ ഗെയിൻ ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ഫെയർ വാല്യൂ ഗെയിൻ നമ്മൾ ഡേറ്റ് ഓഫ് എക്വിസിഷന്റെ ടൈം ആണ് എടുക്കുക. ഓക്കെ, കാരണം ആ ടൈം ആയിരിക്കുമല്ലോ വാല്യൂ ചെയ്യാം. ഓക്കെ, പിന്നെ ഡിപ്രീസിയേഷൻ ഉണ്ടാവുമല്ലോ. ഈ ഫെയർ വാല്യൂ ഗെയിനിന് നമ്മൾക്ക് എന്ത് ചെയ്യേണ്ടി വരും? അഡീഷണലി ഡിപ്രീസിയേഷൻ വരും. ആ അഡീഷണൽ ഡിപ്രീസിയേഷൻ നമ്മൾ ഇയർ എൻഡിലാണ് കൊടുക്കുക, സോ DOR-ലാണ്. ഇനി ഒരു അസറ്റ് നമ്മൾ കൂട്ടിയിട്ടെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ആ അസറ്റ് നമ്മൾ DOA-ലും എടുക്കും, DOR-ലും എടുക്കും. കാരണം ആ അസറ്റ് ഇൻ ദ എൻഡ് ഓഫ് ദി ഇയറും ആ കമ്പനിയിൽ എക്സിസ്റ്റ് ചെയ്യും. ഇനി ഡിപ്രീസിയേഷൻ ഓൺ അഡീഷണൽ അസറ്റ് ഉണ്ടാവുമല്ലോ. ഈ അസറ്റ് നമ്മൾ വാങ്ങിയതിന്റെ മുകളിൽ നമ്മൾക്ക് ഡിപ്രീസിയേഷൻ വരും, അത് DOR-ലാണ്. അതേപോലെ URP അൺറിയലൈസ്ഡ് പ്രോഫിറ്റ്. ഇനി ഈ ഗ്രൂപ്പ് സ്ട്രക്ചറിന്റെ ഉള്ളില് സർട്ടൻ സെയിൽസ് ഒക്കെ, ഇൻട്രാ ഗ്രൂപ്പ് സെയിൽസ് ഒക്കെ നടക്കും അല്ലെ. പാരന്റ് സബ്സിഡിയറിക്ക് സാധനം വിൽക്കും, സബ്സിഡിയറി പാരന്റിന് സാധനം വിൽക്കും അല്ലെ. സോ അങ്ങനെയൊക്കെ നടക്കുമ്പം അവിടെ വരുന്ന പ്രോഫിറ്റിനാണ് എന്ത് പറയുന്നത്? അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ്? URP അൺറിയലൈസ്ഡ് പ്രോഫിറ്റ്. ഈ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് സബ്സിഡിയറി ആണ് സെല്ലർ എങ്കിൽ നമ്മൾ സബ്സിഡിയറിയുടെ വർക്കിംഗ് നമ്പർ 2 നമ്മൾ എന്ത് ചെയ്യും? അത് DOR-ൽ നിന്ന് കുറക്കും. ഓക്കെ, ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ രണ്ട് സൈഡിലെയും സമ്മ് നമ്മൾ ഇടും, അതായത് സിഗ്മ ഇടും. രണ്ട് സൈഡും ടോട്ടൽ ചെയ്ത് നമ്മൾ ഇടും. എന്നിട്ട് ഈ രണ്ട് സൈഡും തമ്മിലുള്ള ഡിഫറൻസ് ആണ് എന്ത്? PAR, പോസ്റ്റ് എക്വിസിഷൻ റീറ്റെയിൻഡ് ഏർണിങ്സ്. ഓക്കെ, ഇതാണ് എന്ത്? പാർ, ദാറ്റ് ഈസ് PAR, പോസ്റ്റ് എക്വിസിഷൻ റീറ്റെയിൻഡ് ഏർണിങ്സ്. ഈ പോസ്റ്റ് എക്വിസിഷൻ റീറ്റെയിൻഡ് ഏർണിങ്സ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് അപ്പാട് തന്നെ എന്ത് ചെയ്യുക? സ്പ്ലിറ്റ് ചെയ്യുക. പാരന്റിന് ഇത്ര പെർസെന്റേജ്, NCIക്ക് ഇത്ര പെർസെന്റേജ് എന്നുള്ളത് അപ്ലൈ ചെയ്ത് സ്പ്ലിറ്റ് ചെയ്യുക. ഇനി വർക്കിംഗ് നോട്ട് 3 എന്താണ്? ഗുഡ്വില്ലിനെ പറ്റിയിട്ടാണ്. ഇനി ഗുഡ്വിൽ നമുക്ക് രണ്ട് രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യാം. ഒന്ന് പ്രൊപ്പോർഷനേറ്റ് ഷെയർ ഓഫ് ഗുഡ്വിൽ ഓൺ NA, അതായത് നെറ്റ് അസറ്റ്സിന്റെ ഒരു പ്രൊപ്പോർഷനേറ്റ് ഷെയർ ആയിട്ട് നമുക്ക് കാണിക്കാം. അതായത് മേ ബി നെറ്റ് അസറ്റിന്റെ ഒരു 30% അല്ലെങ്കിൽ 20% എന്നുള്ള ലെവലിൽ നമുക്ക് 20% അപ്ലൈ ചെയ്തിട്ട് കിട്ടുന്ന ഗുഡ്വിൽ ഉണ്ടാവാം. അല്ലെങ്കിൽ എന്താണ് നമ്മള് ഫെയർ വാല്യൂ, അതായത് നെറ്റ് അസറ്റിന്റെ ഫെയർ വാല്യൂ മോഡൽ എന്ത് ചെയ്യാം? നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ എങ്ങനെയാണ് ഫെയർ വാല്യൂ മോഡൽ എന്ന് നോക്കാലോ. നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ഫെയർ വാല്യൂ ഓഫ് പെർച്ചേസ് കൺസിഡറേഷൻ എടുക്കും. ഓക്കെ, അതായത് നമ്മൾ എന്തടച്ചിട്ടാണോ ആ ഒരു കമ്പനി അക്വയർ ചെയ്ത ആ എമൗണ്ട്, അത് നമ്മൾക്ക് ക്യാഷിലേക്ക് ആവാം, അല്ലെങ്കിൽ ഡെഫേർഡ് കൺസിഡറേഷൻ, ദാറ്റ് ഈസ് ദി കണ്ടിൻജന്റ് പേയ്മെന്റ്, അല്ലെങ്കിൽ ഫ്യൂച്ചർ പേയ്മെന്റിലേക്ക് ആവാം, അല്ലെങ്കിൽ നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്തിട്ടാവാം, അതായത് നമ്മളെ കമ്പനിയിലുള്ള ഷെയർസ് അവർക്ക് ഇഷ്യൂ ചെയ്തിട്ടാകാം, അല്ലെങ്കിൽ ലോൺ നോട്ട്സ് ഇഷ്യൂ ചെയ്തിട്ടാവാം. ഓക്കെ, ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ ആണ് ഫെയർ വാല്യൂ ഓഫ് പെർച്ചേസ് കൺസിഡറേഷൻ. ഓക്കെ, എന്നിട്ട് അതിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യും? ഫെയർ വാല്യൂ ഓഫ് NCIA DOA കണ്ടുപിടിക്കും. ഇത് എങ്ങനെയാണ് കണ്ടുപിടിക്കാന്ന് വെച്ചാൽ, നമ്മളെ ക്വസ്റ്റനില് സബ്സിഡിയറിയുടെ ഷെയർസ് തന്നിട്ടുണ്ടാവും, അത് ഇൻടു NCI ചെയ്യാം. ഓക്കെ, അപ്പൊ NCIയുടെ ഷെയർസ് എത്രയാണെന്ന് കിട്ടും. ഇൻടു എന്ത് ചെയ്യുക? ഷെയറിന്റെ ആ ടൈമുള്ള വാല്യൂ ഇൻടു ചെയ്യുക. അപ്പം ഫെയർ വാല്യൂ ഓഫ് NCIA DOA കിട്ടും. ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? ഫെയർ വാല്യൂ ഓഫ് നെറ്റ് അസറ്റ്സ് ഓഫ് സബ്സിഡിയറി DOA മൈനസ് ചെയ്യും. അതായത് വർക്കിംഗ് നോട്ട് 2-ലുള്ള DOA സെക്ഷനിലുള്ള താഴെയുള്ള ആ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യും? മൈനസ് ചെയ്യും. ഓക്കെ, സോ അത് മൈനസ് ചെയ്ത് കിട്ടുന്ന നിങ്ങളുടെ ആൻസർ ആയിരിക്കും ഗുഡ്വിൽ അറ്റ് DOA, അതായത് ഗുഡ്വിൽ അറ്റ് ദ ഡേറ്റ് ഓഫ് എക്വിസിഷൻ. ഇതിൽ നിന്ന് നമ്മൾ ഇമ്പയർമെന്റും കൂടെ മൈനസ് ആക്കി കഴിഞ്ഞാൽ നമ്മൾക്ക് എന്ത് കിട്ടി? ഗുഡ്വിൽ അറ്റ് DOR കിട്ടി, അതായത് ഡേറ്റ് ഓഫ് റിപ്പോർട്ടിംഗ്.
ഓക്കെ, അപ്പൊ വർക്കിംഗ് നോട്ട് 3 ഗുഡ് വിൽ ആണ് പറഞ്ഞത്. അപ്പൊ ഗുഡ് വിൽ ഒരു കമ്പനിയുടെ റെപ്യൂട്ടേഷൻ ആണ്, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാം, ഒരു കമ്പനി എക്വയർ ചെയ്യാൻ വേണ്ടി നമ്മൾ എത്രത്തോളം പ്രീമിയം അടക്കേണ്ടി വരുന്നുണ്ടോ അതാണ് ആ കമ്പനിയുടെ ഗുഡ് വിൽ. ഓക്കെ, സോ ഗുഡ് വില്ലിന്റെ വർക്കിംഗ് നോട്ട്സ് കഴിഞ്ഞു. ഇനി വർക്കിംഗ് നോട്ട് 4 NCIA DOR ആണ്. സോ നമ്മൾ ഇതിനെ തുടങ്ങുക ഫെയർ വാല്യൂ ഓഫ് NCIA DOA തൊട്ട് വെച്ചിട്ടാണ്. ഇത് നമ്മൾ വർക്കിംഗ് നോട്ട് 3 ഓൾറെഡി ചെയ്തിട്ടുണ്ട്, അതെന്ത് ചെയ്യാ എടുക്കുക. പിന്നെ നമ്മൾ എന്ത് ചെയ്യും, ഷെയർ ഇൻ പാർ ചെയ്യും. അതായത് വർക്കിംഗ് നോട്ട് 2ലുള്ള NCIയുടെ പെർസെന്റേജ് നമ്മൾ എടുക്കും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, ഇംപേയ്മെന്റിലെ NCIന്റെ ഷെയർ മൈനസ് ചെയ്യും. എന്നിട്ട് കിട്ടുന്ന എമൗണ്ട് ആണെന്ത്, NCIA DOR. ഇനി വർക്കിംഗ് നോട്ട് 5 ആണ്, അതായത് പാരന്റ്സ് റിലേറ്റഡ് ആണ്. സോ പാരന്റിന്റെ റീറ്റെയിൻഡ് ഏർണിങ്സ് നമ്മൾ എന്തായാലും എടുക്കും. അതേപോലെ പാറില് അയാൾക്കുള്ള ഷെയർ, വർക്കിംഗ് നോട്ട് 2ലുള്ള ഷെയർ എടുക്കും. എന്തെങ്കിലും ഇമ്പയർമെന്റ് ഉണ്ടെങ്കിൽ അത് മൈനസ് ചെയ്യും. പിന്നെ പാരന്റ് സെല്ലർ ആണെങ്കിൽ അവിടെ ഒരു അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് URP ഉണ്ടാവും, അത് മൈനസ് ചെയ്യും. അതേപോലെ നമ്മള് എന്താണ്, എന്തെങ്കിലും കണ്ടിൻജന്റ് ലയബിലിറ്റിയിലാണ് ആ ഒരു ബിസിനസ് ഏറ്റെടുക്കുന്നെങ്കിൽ അതിനൊരു ഫിനാൻസ് കോസ്റ്റ് ഉണ്ടാവും, അത് മൈനസ് ചെയ്യും. അതേപോലെ ഷെയർ ഇൻ പ്രോഫിറ്റ്സ് ഓഫ് അസോസിയേറ്റ്, അതായത് നമ്മളെ കമ്പനി ഏതെങ്കിലും ഒരു കമ്പനിയുടെ 20 to 50% ഇടയിലുള്ള ഷെയർസ് വാങ്ങി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അവർ നമ്മൾ അസോസിയേറ്റ് ആണ്, സിഗ്നിഫിക്കന്റ് ഇൻഫ്ലുവൻസ് ഉള്ളവരാണ്. സോ അവരുടെ ഷെയർ നമ്മൾ ആഡ് ചെയ്യും. ഓക്കെ, പിന്നെ അവരുടെ ഇമ്പയർമെന്റ് ഷെയർ നമ്മൾ മൈനസ് ചെയ്യും. ഇപ്പൊ പറഞ്ഞിട്ടുണ്ടാവില്ലേ, ഇപ്പൊ 15% ആണെങ്കിൽ ഇമ്പയർമെന്റ് 10,000 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 15% into 10,000 ആണ് നമ്മൾ എടുക്കുള്ളൂ. ഇനി ലാസ്റ്റ് വൺ എന്താണ്, ചിലപ്പം ഇതിപ്പം സിലബസിൽ ഈയിടെ ആയിട്ട് ആഡ് ചെയ്തതാണ്. അതായത് പ്രൊഫഷണൽ ഫീസോ എക്വിസിഷൻ കണ്ടന്റ്സോ എക്വിസിഷൻ ചാർജസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അത് വർക്കിംഗ് നോട്ട് 5 റെഡ്യൂസ് ചെയ്യും. അതേപോലെ SOPയിലും സെയിം തിങ് കാണിക്കും. ഇനി വർക്കിംഗ് നോട്ട് 6 ആണ്, അതായത് അസോസിയേറ്റിന്റെ വർക്കിംഗ്. ഞാൻ പറഞ്ഞു 5 സ്റ്റാൻഡേർഡ് വർക്കിംഗ് ആണ്, അതിന്റെ കൂടെ അസോസിയേറ്റ് കമ്പനി തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ കൂടെ ഒന്നും കൂടി വരും, അതാണ് വർക്കിംഗ് നോട്ട് 6 അസോസിയേറ്റ്. ഇവിടെ നമ്മൾ ആദ്യം എന്ത് ചെയ്യും, കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എടുക്കും. ആ അസോസിയേറ്റിനെ വാങ്ങാൻ വേണ്ടി നമുക്ക് എത്ര കോസ്റ്റ് ആയോ അത്, അതിന്റെ കൂടെ എന്ത് ചെയ്യും, അവരുടെ ഷെയർ ഇൻ പ്രോഫിറ്റ് ആഡ് ചെയ്യും, ഇമ്പയർമെന്റ് മൈനസ് ചെയ്യും. അതിനുശേഷം നമ്മൾ എത്തുന്ന ആ ഒരു എമൗണ്ട് ആണ് അസോസിയേറ്റിന്റെ വാല്യൂ. ഓക്കെ, ഇനി കൺസോളിഡേഷന് സർട്ടൻ റൂൾസ് ഒക്കെ ഉണ്ട്. ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നോക്കാലോ. നമ്മൾ കൺസോളിഡേറ്റ് ചെയ്യുന്ന സമയത്ത് എല്ലാ അസറ്റ്സും ലയബിലിറ്റീസും നമ്മൾ എന്ത് ചെയ്യും, ഒന്നിച്ച് ആഡ് ചെയ്യും. ഓക്കെ, ഇനി ഗ്രൂപ്പ് തമ്മിൽ എന്തെങ്കിലും ട്രാൻസാക്ഷൻസ് നടന്നിട്ടുണ്ടെങ്കിൽ അത് എല്ലായിടത്തുനിന്നും നമ്മൾ ക്യാൻസൽ ചെയ്യും. ഓക്കെ, ഇനി കൺസോളിഡേഷൻ നമ്മൾ ചെയ്യുന്ന സമയത്ത് PS-നെ എക്വയർ ചെയ്തതായിട്ടാണ് നമ്മൾ കൺസോളിഡേറ്റ് ചെയ്യുക. ഓക്കെ, ഇനി PS-നെ ചെയ്യാൻ പറ്റാത്ത, അതായത് കൺസോളിഡേറ്റ് ചെയ്യാത്ത പാർട്ട് ഉണ്ടാവല്ലോ, അതിനെ നമ്മൾ നോൺ കൺട്രോളബിൾ ഇൻട്രസ്റ്റ് NCI എന്നാണ് പറയാ. ഓക്കെ, ഇനി കൺസോളിഡേഷൻ സ്റ്റാർട്ട് ആവുന്ന സമയം തന്നെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ സബ്സിഡിയറിയുടെ എല്ലാ അസറ്റ്സും ലയബിലിറ്റീസും നമ്മൾ എന്ത് ചെയ്യും, കാൽക്കുലേറ്റ് ചെയ്യും. എന്നിട്ട് ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ റൂൾ നമ്മൾ എന്ത് ചെയ്യും, ആഫ്റ്റർ ടേക്കിംഗ് എവറിത്തിങ് ഇൻ ടു കൺസിഡറേഷൻ നമ്മൾ കൺസോളിഡേഷന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യും. കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യും. ഓക്കെ, സോ നമ്മൾ കൺസോളിഡേഷന്റെ ഒരു essay ക്വസ്റ്റ്യൻ ചെയ്യാൻ പോവാണ്. ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഓൺ 1st October 2010 പലാഡ്, നിങ്ങൾ ഇത് കാണുന്ന സമയത്ത് എന്ത് ചെയ്യുക, സംഭവങ്ങളൊക്കെ പോസാക്കി, റെക്കോർഡിങ് പോസാക്കിയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ കാണുക. ഓക്കെ, സോ നോക്കാലോ. On October 2010, company secured a majority equity shareholding in Sarasin Company on the following terms. Okay, so അതിൽ നിന്ന് തന്നെ നമ്മൾക്ക് നമ്മുടെ DOA കിട്ടി. അതേപോലെ പലാഡിനാണ് കമ്പനിന്ന് കിട്ടി അല്ലേ. പിന്നെന്താണ്, സെറാസിൻ കമ്പനിയാണ് അവരെ എക്വിസിഷൻ ചെയ്തത്. പിന്നെ പേയ്മെന്റ് കൺസിഡറേഷൻ ഇങ്ങനെയാണ്. ഓക്കെ, പിന്നെ കണ്ടിൻജന്റ് ലയബിലിറ്റി ഉണ്ട്, അതായത് ഡെഫേർഡ് പേയ്മെന്റ്സ് ഉണ്ട്. ഓക്കെ, പിന്നെന്താണ്, ദ ഇമ്മീഡിയറ്റ് പേയ്മെന്റ് ഹാസ് ബിൻ റെക്കോർഡഡ് ഇൻ ദ പലാഡിൻസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ബട്ട് ദ ഡെഫേർഡ് പേയ്മെന്റ് ഹാസ് നോട്ട് ബിൻ റെക്കോർഡഡ്. ഇനി കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ 8% പെർ ആനം ആണ്.
giving the deferred payment a cost at 1st October 2000 of 5 million. Okay. So 5.4 million എന്നുള്ളത് ഒരു deferred payment ആണ്. അതിനെ നമ്മൾ എന്ത് ചെയ്യും? Present valueലേക്ക് convert ചെയ്യും. On 1st February 2001, Paladin Company also acquires 25% equity shares of Augusta Company. അല്ലേ? So Augusta Companyനെയും കൂടി എന്ത് ചെയ്യുന്നുണ്ട്? acquisition ചെയ്യുന്നുണ്ട്. Paying 10 million in cash. Okay. So 10 million ആണ് cost of investment. ഇനി നമ്മൾക്ക് മൂന്നാളുടെയും SOFP ബാലൻസസ് ഒക്കെ തന്നിട്ടുണ്ട്. പിന്നെ എന്തുണ്ട്? certain adjustments ഉണ്ട്. Okay, Paladin Company's policy is value non-current asset interest at okay. അപ്പം നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് ഫെയർ വാല്യൂ അറ്റ് ദ ഡേറ്റ് ഓഫ് എക്വിസിഷൻ വെച്ചിട്ടാണ് നോക്കുന്നത്. ഓക്കെ, നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റിന്റെ ഫെയർ വാല്യൂ ഓൾറെഡി പറയുന്നുണ്ട്. എത്രയാണ്? 7 million ആണെന്നുള്ളത് തന്നിട്ടുണ്ട്. ഓക്കെ, at the end of the acquisition the fair value of PPE was equal to its carrying amount with the exception of Saracen Company's plant which had a fair value of 4 million. അല്ലേ? 4 million above its carrying value. അപ്പൊ ഗെയിൻ ആണ് ഇവിടെ, ഫെയർ വാല്യൂ ഗെയിൻ ആണ് ഇവിടെ തന്നിട്ടുള്ള revaluation gain. At that date the plant had a remaining useful life of 4 years. അപ്പൊ അവിടെ excess depreciation ഉണ്ടാവും. ആ excess depreciation എന്തായാലും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. വർക്കിംഗ് നോട്ട് 2 ആവശ്യമുണ്ട്. ഓക്കെ, ഇനി സ്ട്രേറ്റ് ലൈൻ ബേസിസിൽ തന്നെയാണ്, റെസിഡ്യൂവൽ വാല്യൂ ഒന്നും ഇല്ല. ഓക്കെ, ഇനി ഒരു ഇൻടാഞ്ചിബിൾ അസറ്റ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ IAS 38 ഇൻടാഞ്ചിബിൾ അസറ്റ്സ് പഠിക്കുന്ന സമയത്ത് നമ്മൾ ഇന്റേർണലി ജനറേറ്റഡ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ശരിക്കും നമ്മൾ എടുക്കാറില്ല, അല്ലെ? പക്ഷെങ്കിൽ നമ്മൾ കൺസോളിഡേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ കസ്റ്റമർ റിലേഷൻഷിപ്പ് അങ്ങനത്തെ ഇന്റേർണലി ജനറേറ്റഡ് അസറ്റ്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ റെക്കോർഡ് ചെയ്യും. ആൻഡ് ഇറ്റ്സ് ഇൻഹെറന്റ് ഓൺലി വിത്ത് കൺസോളിഡേഷൻ. അല്ലാണ്ട് നമ്മൾ സിംഗിൾ എൻറ്റിറ്റീസിന്റെ ആണ് നോക്കുന്നെങ്കിൽ നമ്മൾ അങ്ങനെ എടുക്കൂല. ഓക്കെ, ആൻഡ് ഇതിന്റെ എക്സ്പയറി എന്ന് പറയുന്നത് 6 years ആണ്. അതായത് യൂസ്ഫുൾ ലൈഫ് 6 years ആണ്. അപ്പൊ അമോർട്ടൈസ് ചെയ്യുന്നതും 6 yearsന്റെ മുകളിലേക്കാണ്. ഓക്കെ, ഇനി നോക്കുക, ഇനി പറയുന്നത് URPയുടെ കേസാണ്. അതായത് അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് ഇൻട്രാ ഗ്രൂപ്പ് സെയിൽസ് ഒക്കെ നടക്കുമ്പോൾ. ഓക്കെ, ഓൺ 30th September 2001 Saracen Company's inventory included goods bought from Paladin. അപ്പൊ Paladin ആണ് എന്താണ്? സെല്ലർ. ഓക്കെ, so parent is the seller. ഇനി ഗുഡ്സ് 30% ഓൺ കോസ്റ്റ് ആണ്. പിന്നെ agreed current account balance owed by Saracen Company at 30th September 2001 was 1.3 million. ഇങ്ങനെയൊക്കെയാണ് തന്നിട്ടുള്ളത്. ഈ സംഭവം ഗുഡ്സ് ഓൺ കോസ്റ്റ് മാർജിൻ ഒക്കെ എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത് പറയും. ഓക്കെ, അടുത്ത അഡ്ജസ്റ്റ്മെന്റ്സ് നോക്കാം. ഇമ്പയർമെന്റ് ടെസ്റ്റ് were carried out on 30th September 2001 which included that consolidated goodwill was not impaired but due to disappointing earnings the value of the investment in Augusta was impaired. മറ്റേടെ ഇമ്പയർമെന്റ് ഒന്നുമില്ല, പക്ഷെ ഒഗസ്റ്റ കമ്പനിയിൽ എന്തുണ്ട്? ഇമ്പയർമെന്റ് ഉണ്ട്. ഓക്കെ, പിന്നെ assume all profits were accrued evenly. ഇത് എന്തിനാ തന്നെ വെച്ചാൽ നമുക്കൊരു ടൈം ഗ്യാപ്പ് ഉണ്ടാവുമല്ലോ, അതിന് വേണ്ടിയിട്ട് ടൈം പോർഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ പോയിന്റ് അവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് തുടങ്ങാം. ഓക്കെ, സോ SOPL SOFP വുഡ് ബി എന്താണ് പറയുന്നത്? കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ SOFP ആണ് റെക്കോർഡ് ചെയ്യാൻ പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മളെ ഹെഡിങ് എന്തായിരിക്കും? കൺസോളിഡേറ്റഡ്. ഒരു കാര്യം ചെയ്യാം, ഇതൊക്കെ കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി കേട്ടോ. അതിന് കോപ്പി പേസ്റ്റ് ചെയ്യാൻ പറ്റില്ല, ഇത് മറ്റേതാ, ഫയല് വേറെയാ. സോ കൺസോളിഡേറ്റഡ് നിങ്ങൾക്ക് എക്സാമിന് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ ആസ് അറ്റ് 30th September 2001. ഓക്കെ, ഇനി നമ്മൾ മുമ്പേ ചെയ്തു വെച്ച കമ്പനിയിലൊക്കെ സംഭവങ്ങൾ ഉണ്ടാവുമല്ലോ, അതങ്ങനെ അങ്ങ് കോപ്പി ചെയ്യാം. ഓക്കെ, നിങ്ങൾ ചെയ്യുമ്പോൾ എന്തായാലും ടൈപ്പ് ചെയ്യേണ്ടി വരും. ഞാനിവിടെ ഓൾറെഡി പ്രിപ്പയർ ചെയ്തതുണ്ടല്ലോ. സോ
അങ്ങനെ അങ്ങ് എടുത്തത്. ഓക്കെ, സോ നമുക്ക് വേണ്ടത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ആ 5 വർക്കിങ്സ്. ഓക്കെ, സോ ഇവിടെ സൈഡ് ഹെഡിങ് കൊടുക്കുക, വർക്കിങ്സ്, വർക്കിംഗ് നോട്ട്സ്. ഇവിടെ വർക്കിംഗ് നോട്ട് 1, അതായത് നമ്മളുടെ എന്താണ് ഗ്രൂപ്പ് സ്ട്രക്ചർ അല്ലേ, ഗ്രൂപ്പ് സ്ട്രക്ചർ ആണ് വർക്കിംഗ് നോട്ട് 1. സോ ഗ്രൂപ്പ് സ്ട്രക്ചർ നമുക്ക് നോക്കാലോ. പെലാഡിൻ എന്ന് പറയുന്ന ഒരു കമ്പനി അല്ലേ, പെലാഡിൻ ആരെ എക്വയർ ചെയ്തു? സെറാസൻ എക്വയർ ചെയ്തു അല്ലേ. ഓക്കെ, ഇനി എക്വയർ ചെയ്തത് എത്ര പെർസെൻറ്റേജ് ആണ് എന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്താൽ മതി. ഇവിടെ കണ്ടോ, 8 million ഷെയർസ് അറ്റ് 4 ഈച്ച് ഇൻവെസ്റ്റ്മെന്റ്. സെറാസൻ കമ്പനിയിൽ 8 million ഷെയർസ് ആണ് വാങ്ങിയത് അല്ലേ. സോ ടോട്ടൽ എത്ര ഷെയർസ് ഉണ്ട് നോക്കാലോ. സെറാസൻ കമ്പനിയുടെ ഇക്വിറ്റി ഷെയർസ് 1 ഈച്ച് ആണ്, എല്ലായിടത്തും 1 ഈച്ച് ആണ്. അപ്പൊ സെറാസൻ കമ്പനിയിൽ 10,000 ഇക്വിറ്റി ഷെയർസ് ഉണ്ടെങ്കിൽ 8,000 by 10,000 ആയിരിക്കും പെർസെൻറ്റേജ്. ഓക്കെ, ദാറ്റ് ഇസ് ഈക്വൽ ടു 8,000 divided by 10,000. ഓക്കെ, ഇത് നമ്മൾ ഇൻ ടേംസ് ഓഫ് പെർസെൻറ്റേജ് കാണിക്കാം. ഓക്കെ, സോ 8% ആണ് എക്വയർ ചെയ്തിട്ടുള്ളത്. അണ്ടർസ്റ്റുഡ്? ഇനി നമ്മൾക്ക് വേണ്ടത് എന്തൊക്കെയാണ്? DOA വേണം, DOR വേണം അല്ലെ. അതിന് വേണ്ടിയിട്ട് നമുക്ക് ടൈം ലൈൻ ഒന്ന് ഫോളോ ചെയ്യാമല്ലോ. ഫസ്റ്റ് ഓക്കെ, സോ ഫസ്റ്റ് October 2000 ഇത് വാങ്ങിയത് അല്ലെ. സോ 30th September വരെ എത്ര മാസമുണ്ട്? ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ. സോ 1 year. അത് കണ്ടേണ്ട ആവശ്യമില്ലായിരുന്നു, പെട്ടെന്ന് ഡിസ്ട്രാക്ട് ആയിപ്പോയി. സോ 1 year. ഓക്കെ, ഇനി വേണ്ടത് പെലാഡിന്റെ അതായത് നമ്മൾ സരാസരി 80%-ലാണ് നമ്മൾ എക്വയർ ചെയ്തെങ്കിൽ ഓക്കെ, സോ ഞാനിവിടെ 2 ഹെഡിങ്സ് കൊടുക്കുവാണേ, DOAയും അതേപോലെ DOR. ഓക്കെ, ഓക്കെ, സോ DOA എന്ന് പറയുന്നത് ഫസ്റ്റ് October 2000, DOR എന്ന് പറയുന്നത് 30 September 2001 അല്ലേ. സോ എത്രയാണ്? 1 year ആണ് എക്വിസിഷൻ. ഇനി വേണ്ടത് നമുക്ക് നമ്മളുടെ NCI ആണ്. ഓക്കെ, സോ NCI ഈക്വൽ ടു 100% എന്ത് ചെയ്യുക, മൈനസ് ഈ 80% ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? NCI കിട്ടി. സോ ഒരാളുടെ ഒരു ഗ്രൂപ്പ് സ്ട്രക്ചർ നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഓക്കെ, ഇനി അടുത്ത ഗ്രൂപ്പ് സ്ട്രക്ചർ സെയിം പെലാഡിൻ ആരെയും കൂടി എക്വയർ ചെയ്തിട്ടുണ്ട്? പെലാഡിൻ നമ്മളുടെ ഓഗസ്റ്റ കമ്പനീനെയും കൂടി എക്വയർ ചെയ്തിട്ടുണ്ട്. എക്വയർ ചെയ്ത ഡേറ്റ് എന്ന് പറയുന്നത് 1st February 2001 തൊട്ട്
30 September 2001 ആണ്. ഓക്കെ, സോ February, March, April, May, June, July, August, September. So that means 8 months ആണ് acquire ചെയ്ത ഡ്യൂറേഷൻ. ഓക്കെ, സോ ഇതോടെ കൂടെ നമ്മളുടെ ഗ്രൂപ്പ് സ്ട്രക്ചർ റെഡിയായി. സി, ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടി? 1 മാർക്ക് കിട്ടി. ഓക്കെ, ഇനി അടുത്തത് നമ്മളുടെ വർക്കിംഗ് നോട്ട് 2 ആണ്. വർക്കിംഗ് നോട്ട് 2 നമ്മൾ എന്താ പറഞ്ഞത്? നെറ്റ് അസറ്റ് ഓഫ് ദ സബ്സിഡിയറി. ഓക്കെ ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ സബ്സിഡിയറിയുടെ 2 കോളാക്കും. ഒന്ന് DOA കോളം, പിന്നെ DOR കോളം. ഓക്കെ ഓക്കെ, ഇനി DOA കോളത്തിൽ നമുക്ക് ഷെയർ ക്യാപിറ്റൽ ഉണ്ട്. പിന്നെന്തൊക്കെയാ? ഷെയർ ക്യാപിറ്റൽ ഉണ്ട്, പിന്നെ റീറ്റെയിൻഡ് ഏർണിങ്സ് ഉണ്ട്, അതായത് RE ഉണ്ട്, പിന്നെ അതിലേക്കൊക്കെ വരാം. ഓക്കെ, സോ ഷെയർ ക്യാപിറ്റൽ 10,000 തന്നെ, ഇയർ എൻഡിലും 10,000 തന്നെ, ഒരു മാറ്റമില്ല. ഓക്കെ, റീറ്റെയിൻഡ് ഏർണിങ്സ് എന്ന് പറയുന്നത് ഇവിടെ 1st October 2000, അതായത് ഡേറ്റ് ഓഫ് എക്വിസിഷനിൽ 12,000ഉം ഓക്കെ, ഡേറ്റ് ഓഫ് റിപ്പോർട്ടിങ്ങിൽ 6,000ഉം ആണ്. ഓക്കെ, ഡേറ്റ് ഓഫ് റിപ്പോർട്ടിങ്ങിൽ 6,000 കൂടി, അപ്പോൾ ഓൾറെഡി ഒരു 12,000 ഉണ്ട്. ഓക്കെ, ഇനി റീറ്റെയിൻഡ് ഏർണിങ്സ് എപ്പോഴും അക്യുമുലേറ്റഡ് ആണ്. അപ്പം 12,000 പ്ലസ് the 6,000 that you have earned for the year, അപ്പം 18,000. ഓക്കെ, ഇനി നമ്മൾക്ക് പറയുന്നുണ്ട് ഒരു റീവാലുവേഷൻ ഗെയിൻ സംഭവിക്കുന്നുണ്ട് അല്ലെ? സോ റീവാലുവേഷൻ ഗെയിൻ എത്രയാണ്? 4 million റീവാലുവേഷൻ ഗെയിൻ ഉണ്ട്. സോ 4,000, പിന്നെന്താണ്? ആ റീവാലുവേഷൻ ഗെയിൻ ഇയറിലും ഉണ്ടാവും. സോ 4,000. പിന്നെ ഈ റീവാലുവേഷൻ ഗെയിനിന് നമ്മൾ എന്ത് ചെയ്യും? ഡിപ്രീസിയേഷൻ കൊടുക്കും. സോ ഡിപ്രീസിയേഷൻ ഇസ് ഈക്വൽ ടു 4,000 ഡിവൈഡഡ് ബൈ റിമൈനിങ് യൂസ്ഫുൾ ലൈഫ് ആയ 4 years അല്ലെ? സോ ദാറ്റ് ഇസ് 1000. സോറി, DOAയിലല്ല, നമ്മൾ ഇയർ എൻഡിലാണ് എപ്പോഴും ഡിപ്രീസിയേഷൻ കൊടുക്കുന്നത്. ഓക്കെ, ആൻഡ് ദിസ് ഇസ് മൈനസ്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് നമ്മളൊരു ഇൻടാഞ്ചിബിൾ അസറ്റ്സും കൂടെ ഒന്നിച്ച് എക്വയർ ചെയ്യുന്നുണ്ട്. സോ അതും കൂടെ വരണം. അതിന്റെ എമൗണ്ട് എത്രയായിരുന്നു? 3 million ആണ്. അപ്പൊ 3,000 ഇവിടെ, അതേപോലെ 3,000 ഇവിടെ. ഇനി ഇതിനെന്തുണ്ട്? എമോർട്ടൈസേഷൻ ഉണ്ട്. ഓക്കെ, ആ എമോർട്ടൈസേഷൻ എങ്ങനെയാണ്? യൂസ്ഫുൾ ലൈഫ് 6 years ആണ്. സോ എമോർട്ടൈസേഷൻ ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് 3,000 ഡിവൈഡഡ് ബൈ 6. ഓക്കെ, ദാറ്റ് ഇസ് 500. ഇനി URP ഇല്ല, കാരണം പാരന്റ് ആണ് സെല്ലർ അല്ലെ? അപ്പം ടോട്ടൽ എത്രയാന്ന് നോക്കാലോ. ഇസ് ഈക്വൽ ടു സം ഓഫ് ഇത്രയും. ഓക്കെ, അപ്പൊ ഇവിടെ ഇങ്ങനെ കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യും? PAR കണ്ടുപിടിക്കും. PAR is equal to DOR minus DOA total. Okay, so that is 4,500. Okay, ഇനി ഈ 4,500-നെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാൻ പോവാണ്. സോ സ്പ്ലിറ്റ് ചെയ്യുമ്പം പലാഡിന് എത്രയാണ്? ഈക്വൽസ് ഇതിന്റെ 80%. ഓക്കെ, ഈക്വൽസ് ഈ ഒരു എമൗണ്ടിന്റെ 80%. ഓക്കെ, അതേപോലെ സറാസന് അല്ല, സോറി, NCI എത്രയാണ്? ഈക്വൽ ടു ഇതിന്റെ 20%. ക്ലിയർ?
900. സോ ഇതാണ് സ്പ്ലിറ്റ്. ഓക്കെ, സോ സ്പ്ലിറ്റ് ഇതാണ്. ഇനി നമുക്ക് വേണ്ടത് വർക്കിംഗ് നോട്ട് 3, അതായത് ഗുഡ്വിൽ ആണ്. ഗുഡ്വില്ലിന് നമ്മൾക്ക് ഫസ്റ്റ് ഓഫ് ഓൾ വേണ്ടത് പെർച്ചേസ് കൺസിഡറേഷൻ ആണ്. പ്രസന്റ് വാല്യൂ ഓഫ് പെർച്ചേസ് കൺസിഡറേഷൻ, അല്ലെങ്കിൽ ഫെയർ വാല്യൂ ഓഫ് പെർച്ചേസ് കൺസിഡറേഷൻ, സോറി, ഫെയർ വാല്യൂ ഓഫ് പെർച്ചേസ് കൺസിഡറേഷൻ. ഓക്കെ, ഇനി പെർച്ചേസ് കൺസിഡറേഷൻ വായിച്ചിട്ട് നേരത്തെ ക്യാഷ് പേയ്മെന്റ് നടത്തി എന്ന് പറഞ്ഞു. പിന്നെന്താണ്, ഒരു ഡെഫേർഡ് പേയ്മെന്റും കൂടെ ഉണ്ട്. ഓക്കെ, സോ ക്യാഷ് പേയ്മെന്റ് എത്രയാന്ന് നോക്കാലോ. Cash payment is how much? Cash payment is equal to payment of 4 per share ആണ്. So that is equal to 8,000 ഷെയറിന് എത്ര കൊടുക്കുന്നുണ്ട്? 4 കൊടുക്കുന്നുണ്ട്. So 3,200. ഓക്കെ, സോറി 32,000. പിന്നെന്ന് പറയുന്നത് ഡെഫേർഡ് പേയ്മെന്റ് ഫ്യൂച്ചർ പേയ്മെന്റ് ആയിട്ടാണ്. 5.4 million ആണ് അതിന്റെ പ്രസന്റ് വാല്യൂ. ഓക്കെ, പ്രസന്റ് വാല്യൂ ഇവർ ഡയറക്റ്റ് തന്നിട്ടുണ്ട്. കറന്റ് കോസ്റ്റ് അറ്റ് 1st October 2000 ഓഫ് 5 million എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ പ്രസന്റ് വാല്യൂ തന്നെ എന്ത് ചെയ്യും, നമ്മൾ എടുക്കും. ഓക്കെ, അല്ലെങ്കിൽ അത് കാൽക്കുലേറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ ആണ്. ഈക്വൽ ടു നമ്മൾ പഠിച്ച ഇക്വേഷൻ, ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് R by 100, sorry, 1 plus R raised to number of years. ഇവിടെ ഒരു കൊല്ലത്തേക്കാണ്. സോ നമ്പർ ഓഫ് ഇയേഴ്സ് 1 ആണ്. അപ്പൊ 1.8, സോറി 0.8 ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടി? 5,000 കിട്ടി. സിമ്പിൾ. ഓക്കെ, ബട്ട് അത് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ബിക്കോസ് ദേ ഹാവ് ഓൾറെഡി ഗിവൻ യു ദാറ്റ്. സോ നിങ്ങൾ എന്ത് ചെയ്യണ്ട, വെറുതെ പോയി സംഭവങ്ങൾ ടൈമൊന്നും കൂട്ടണ്ട. ഓക്കെ, ഇനി അടുത്തത് വേണ്ടത് നമ്മൾ എന്ത് ചെയ്യും, ആഡ് fair value of NCI at DOA അല്ലെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 7 million ആണെന്ന് ക്വസ്റ്റനിൽ തന്നതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. സോ 7,000. ഇനി മൈനസ് ഫെയർ വാല്യൂ ഓഫ് നെറ്റ് അസറ്റ്സ് അറ്റ് DOA, അതായത് നമ്മൾ ഫസ്റ്റ് വർക്കിങ്ങിലുള്ള എമൗണ്ട് ഈ എമൗണ്ട്. ഓക്കെ, ഇനി ഇത് മൈനസ് ആണ്. സോ മൈനസ് ആയിട്ട് തന്നെ കിടക്കട്ടെ. ഓക്കെ, അപ്പൊ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? ഗുഡ്വിൽ അറ്റ് DOA കിട്ടി, ഈക്വൽ ടു സം ഓഫ് all these things together. ഓക്കെ, ഇനി ഇവിടെ ഇമ്പയർമെന്റ് നമ്മൾ യൂഷ്വലി മൈനസ് ആക്കും. മോസ്റ്റ് ഓഫ് ദ കേസസ് നിങ്ങൾക്ക് ക്വസ്റ്റനിൽ എന്തായാലും ഇമ്പയർമെന്റ് ഉണ്ടാവും, പക്ഷെ ഈ കേസിൽ 0 ആണ്. സോ ഗുഡ്വിൽ അറ്റ് DOR is the same as this one. Okay, so goodwilലും കിട്ടി. ഓക്കെ, ഇനി അടുത്തത് വർക്കിംഗ് നോട്ട് 4 ആണ്, അതായത് NCI at DOR. ഓക്കെ, സോ നമുക്ക് വേണ്ടത് ആദ്യം ഫെയർ വാല്യൂ ഓഫ് NCI at DOA വേണം. ഓക്കെ, പിന്നെ അതിൻ്റെ കൂടെ ഷെയർ ഇൻ പാർ നമ്മൾ ആഡ് ചെയ്യും.
പിന്നെ ഇമ്പയർമെന്റ് മൈനസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് കിട്ടുന്നതാണ് ഫെയർ വാല്യൂ ഓഫ് NCI at DOR. ഓക്കെ, സോ ഇവിടെ 7,000 ആണ്. ഇവിടെ ഈക്വൽ ടു ഇതാണ്. ഓക്കെ, ഇനി ഇവിടെ 0 ആണ്. ഇവിടെ ഈക്വൽ ടു സം ഓഫ് all these three things together. അതൊന്ന് എക്സ്ട്രാ ആഡ് ചെയ്ത് പോയി, സാരില്ല. 7,900. ഓക്കെ, ഇനി അടുത്ത നമ്മളുടെ ലക്ഷ്യം, അതായത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്കിംഗ് നോട്ട് 5, ദാറ്റ് ഈസ് ദ റീറ്റെയിൻഡ് ഏർണിങ്സ്. ഗ്രൂപ്പ് റീറ്റെയിൻഡ് ഏർണിങ്സ് എന്ന് പറയും. ഓക്കെ, വെറും റീറ്റെയിൻഡ് ഏർണിങ്സ് അല്ല, ഗ്രൂപ്പ് റീറ്റെയിൻഡ് ഏർണിങ്സ്. സോ ഇവിടെ പെലാഡിന്റെ റീറ്റെയിൻഡ് ഏർണിങ്സ് ഫസ്റ്റ് നമ്മൾ എടുക്കും. ഓക്കെ, സോ പെലാഡിന്റെ റീറ്റെയിൻഡ് ഏർണിങ്സ് എന്ന് പറയുന്നത് പെലാഡിൻ ഇതാ ഇവിടെ ഈ 25,700 accumulated plus for the year, that is equal to, എന്തുകൊണ്ടാണ് നമ്മൾ ഇത് രണ്ടും ആഡ് ചെയ്യുന്നത്? 25,700 accumulated ആണ്, 9,200 ഇക്കൊല്ലത്തതും. റീറ്റെയിൻഡ് ഏർണിങ്സ് is always accumulated products. ഇനി നമ്മൾ ഇതിന്റെ കൂടെ ഷെയർ ഇൻ PAR എടുക്കും. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ് ഇത്. ഓക്കെ, ഇനി എന്താണ് എടുക്കുക? ഇമ്പയർമെന്റ് ആണ് എടുക്കുക, പക്ഷെ ഇമ്പയർമെന്റ് ഇല്ല. പിന്നെ നമുക്ക് വേണ്ട ഒരു കേസ് ഉണ്ട്, അതായത് നമ്മൾ എന്ത് ചെയ്യും? URP മൈനസ് ചെയ്യും, കാരണം പാരന്റ് ഇസ് ദ സെല്ലർ അല്ലേ? സോ പാരന്റ് ഇസ് ദ സെല്ലർ, സോ URP എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. ഇനി ഇവിടെ നിങ്ങൾക്കൊരു സംഭവം പറഞ്ഞു തരാനുണ്ട്. നമ്മൾ ഗുഡ്സ് രണ്ട് രീതിയിൽ വെക്കും. ഓക്കെ, ഗുഡ്സ് നമ്മൾ രണ്ട് രീതിയിൽ വെക്കും. ഇറ്റ് ക്യാൻ ബി സോൾഡ് ഫോർ കോസ്റ്റ് പ്ലസ് പ്രൈസിങ്, അതേപോലെ ഇറ്റ് ക്യാൻ ബി സോൾഡ് ഫോർ മാർജിൻ. ഓൾറൈറ്റ്, മാർജിനിലും വിൽക്കാം, നമ്മൾക്ക് എന്ത് ചെയ്യാം? കോസ്റ്റിലും എന്ത് ചെയ്യാം? ഗുഡ്സ് നമുക്ക് വിൽക്കാം. ഓക്കെ, സോ മാർജിനിൽ വിറ്റാലും കോസ്റ്റിൽ വിറ്റാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം? എമൗണ്ട് എഴുതാൻ പറ്റണം അല്ലേ? സോ അതിനുള്ള ആ ഒരു സംഭവമാണ് പറയാൻ പോകുന്നത്. ഇതൊരു ഒഫീഷ്യൽ ഇക്വേഷൻ ഒന്നല്ല, ഇറ്റ് അപ്ലൈസ് ടു എവറിത്തിങ് ദാറ്റ് ഇസ് ദെയർ. ഓക്കെ, സോ ഇതിന്റെ ആ ഒരു ലോജിക്ക് നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഇതിനെ ബൈ മൂവിങ് ഫോർവേഡ് ഫ്രം ദ സ്റ്റേറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏതൊരു ഇക്വേഷനും ഈ ഒരു സംഭവം സ്നീക്കിൻ ചെയ്യാം. ഓക്കെ, ഇപ്പൊ PM എടുത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ അറിയണ്ടാവും, അല്ലാത്ത ആൾക്കാർക്ക് അറിയണ്ടാവില്ല. അല്ലാത്ത ആൾക്കാർ അറിയണ്ടാവും, കോളേജ് BCom ഒക്കെ കഴിഞ്ഞിട്ട് വരുന്ന ആൾക്കാർക്കൊക്കെ അറിയണ്ടാവും. സോ നമുക്ക് രണ്ട് രീതിയിലുണ്ട്. ഒന്ന് മാർജിൻ അല്ലെ, ഇത് നമ്മൾ പ്രൈസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്. അതേപോലെ വരുന്നതാണ് എന്ത്? ഓക്കെ, സോ നമുക്ക് മാർജിനിലും വിൽക്കാം, കോസ്റ്റ് പ്ലസ് പ്രൈസിങ്ങിലും നമുക്ക് സാധനം വിൽക്കാം അല്ലെ? അപ്പൊ ഇത് രണ്ടുമാണ് നമ്മൾ എപ്പോഴും അധികവും യൂസ് ചെയ്യുന്ന രണ്ട് മെത്തേഡ്സ് ഫോർ പ്രൈസിങ് യുവർ പ്രോഡക്ട്സ്. ഓക്കെ, അപ്പൊ മാർജിനിലാണെങ്കിൽ എപ്പോഴും സെല്ലിംഗ് പ്രൈസ്, ഓക്കെ, മാർജിൻ ആണ് എടുക്കുന്നെങ്കിൽ എപ്പോഴും സെല്ലിംഗ് പ്രൈസ് ഇൻ 100 ആയിരിക്കും. 100 എന്ന് വെച്ചാൽ പെർസെൻറ്റേജ് സെല്ലിംഗ് പ്രൈസിന്റെ എപ്പോഴും 100 ആണ്. കോസ്റ്റ് പ്ലസ് ആണെങ്കിൽ ദ നെയിം സജസ്റ്റ് കോസ്റ്റിനായിരിക്കും എന്ത്? 100 ഉണ്ടാവുക. ഓക്കെ, സോ കോസ്റ്റ് ആയിരിക്കും 100 ഉണ്ടാവുക. ഈ 100 ദിസ് ബൈ 100 ഐ മീൻ ലൈക്ക് പെർസെൻറ്റേജ് ആണ്. ഓക്കെ, സോ നമ്മൾക്ക് ബേസിക് ഇക്വേഷൻ അറിയാം. എന്താണ്?
നിങ്ങൾക്കിപ്പോ ഒരു സാധനം വിൽക്കണം. ഓക്കെ, ഇപ്പം നിങ്ങളെ കയ്യിലുള്ള ഫോൺ വിൽക്കണം. ആ ഫോൺ വിൽക്കാൻ വേണ്ടി നിങ്ങൾ എന്താ ചെയ്യാ? ആ ഫോൺ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ എടുത്ത ആ ഒരു എമൗണ്ട് കോസ്റ്റ് പ്ലസ് നിങ്ങൾ അതിൽ നിന്ന് ഉദ്ദേശിക്കുന്ന പ്രോഫിറ്റ് ആഡ് ചെയ്യും അല്ലെ? കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ആണ് നിങ്ങളെ സെല്ലിംഗ് പ്രൈസ് ഉണ്ടാവുക. സോ ദിസ് ഈസ് ദ ബേസിക് ഇക്വേഷൻ. കോസ്റ്റ് പ്ലസ് SP ആണെന്ത് ഈക്വൽ ടു, സോറി, കോസ്റ്റ് പ്ലസ് P ആണെന്ത് നമ്മളുടെ സെല്ലിംഗ് പ്രൈസ്. ഓക്കെ, ക്ലിയർ? അപ്പം മാർജിന്റെ കേസിലാണെങ്കിൽ ഈ SP ഉണ്ടല്ലോ അത് 100 ആണ്. ഇനിയിപ്പം കോസ്റ്റ് പ്ലസിന്റെ കേസിലാണെങ്കിൽ ഈ C ഉണ്ടല്ലോ അത് 100 ആണ്. ഓക്കെ, ഇനി എല്ലാത്തിനും ജനറലി നമുക്കൊരു ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റും. ആ ഇക്വേഷൻ ആണ് പറയാൻ പോകുന്നത്. സോ ദിസ് ഇക്വേഷൻ ഗോസ് അറൌണ്ട് ലൈക്ക് ദിസ്. നമ്മൾ എന്ത് ചെയ്യും? എമൗണ്ട് ഗിവൺ എടുക്കും. ഓക്കെ, സോ വാട്ട് എവർ എമൗണ്ട് ഇസ് ഗിവൺ ടു അസ് അത് നമ്മൾ എടുക്കും. ഓക്കെ, എന്നിട്ട് ഇൻ ടു നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ട പെർസെൻറ്റേജ് ഉണ്ടാവുമല്ലോ, അത് ന്യൂമറേറ്ററിൽ വാട്ട് ടു ഫൈൻഡ്. ഓക്കെ, ഇനി ഡിവൈഡഡ് ബൈ what to find divided by what is given. അതാണ് നമ്മളെ ഇക്വേഷൻ. ഓക്കെ, വാട്ട് ടു ഫൈൻഡ് ഡിവൈഡഡ് ബൈ വാട്ട് ഇസ് ഗിവൺ ആണ് നമ്മളുടെ ഇക്വേഷൻ. ഒറ്റ സെക്കൻഡ്. ഓക്കെ, വാട്ട് ടു ഫൈൻഡ് ഡിവൈഡഡ് ബൈ വാട്ട് ഇസ് ഗിവൺ ആണ് ഇക്വേഷൻ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളുടെ ഇക്വേഷൻ. നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ഇതാണ്. ഓക്കെ, സോ സപ്പോസ് ഈ സെല്ലിംഗ് പ്രൈസിൽ നിങ്ങൾക്കൊരു 1000 തന്നിട്ടുണ്ട് എന്ന് വിചാരിക്കാം. ഓക്കെ, 1000 തന്നിട്ടുണ്ട്. അതേപോലെ മാർജിന് നിങ്ങൾ എടുക്കുന്നത് 20% ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാന്ന് വെച്ചാൽ ദിസ് ഈസ് ഈക്വൽ ടു, ഓക്കെ, നമ്മൾക്ക് തന്ന എമൗണ്ട് 1000 ആണ് അല്ലെ? എന്താണ് കണ്ടുപിടിക്കേണ്ടത്? വാട്ട് ടു ഫൈൻഡിന്റെ പെർസെൻറ്റേജ് എന്തായിരിക്കും? സെയിൽസ് ആണ് കണ്ടുപിടിക്കേണ്ടതെന്ന് സോറി, പ്രോഫിറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ? ആ പ്രോഫിറ്റിന്റെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 20 ആണ്. മാർജിൻ 20 എന്ന് പറയുമ്പോൾ പ്രോഫിറ്റിന്റെ പെർസെൻറ്റേജ് ആണ് 20 ഡിവൈഡഡ് ബൈ ഈ ഒരു 1000 എന്ന് പറയുന്ന സെല്ലിംഗ് പ്രൈസിന്റെ പെർസെൻറ്റേജ് മാർജിനിൽ 100 ആണ്. ഓക്കെ, ഐ റിപ്പീറ്റ്, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പ്രോഫിറ്റ് ആണ്. സോ വാട്ട് ടു ഫൈൻഡിന്റെ പെർസെൻറ്റേജ് 20 ആണ്, കാരണം മാർജിൻ 20 ആണ്. ഓക്കെ, ഡിവൈഡഡ് ബൈ നമ്മൾക്ക് എന്താണ് തന്നത് അതിന്റെ പെർസെൻറ്റേജ് 100 ആണ്. സോ ഇതാണ് നമ്മളുടെ ഇക്വേഷൻ വരുന്നത്. ഓക്കെ, ഇത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ ആണെന്ത്? 200. സോ 200 ആണെന്ത് പ്രോഫിറ്റ് ആയിട്ട് വരിക. ഓക്കെ, സോ ഇവിടെ ഈ ഒരു സെനേറിയോയില് ഈ C+P എന്ന് പറയുന്ന സംഗതി എന്തായിരിക്കും? C+P എന്ന് പറയുന്നത് ഇവിടെ C80 ആണ്, പെർസെൻറ്റേജ് ടേംസ് ആണ്, പ്ലസ് P എന്താണ് 20 ആണ്, ഈക്വൽ ടു 100. ഇതാണ് പെർസെൻറ്റേജ് ടേംസിൽ അതിന്റെ ഒരു റെപ്രസെന്റേഷൻ. ഇതേ ഒരു കാര്യം കോസ്റ്റ് പ്ലസ്സിലാന്ന് വിചാരിക്കുക. അതായത് കോസ്റ്റ് പ്ലസ് പ്രൈസിങ് അല്ലെങ്കിൽ മാർക്കപ്പ് പ്രൈസിങ് എന്നൊക്കെ പറയും. സോ മാർക്കപ്പ് 20 ആണെന്ന് വിചാരിക്കുക. ഓക്കെ, സോ മാർക്ക് അപ്പ് 20%. ഇങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ C+P എന്ന് പറയുന്നത് എങ്ങനെയാ ഉണ്ടാവാ? C 100 ആയിരിക്കും,
ഓക്കെ, അപ്പൊ C 100 ആയിരിക്കും, പ്ലസ് P എന്തായിരിക്കും? C 100 ആണ്, P 20 ആണ്, കാരണം പ്രോഫിറ്റ് 20 ആണ്. അപ്പം S എന്ന് പറയുന്നത് 120 ആയിരിക്കും. ഓക്കെ, സോ നമുക്ക് തന്നത് 1000 സെയിൽസ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പം സെയിൽസിന്റെ പെർസെൻറ്റേജ് 120% ആണ്. ഇനി നമ്മൾക്ക് ആൻസർ കാണണം. അപ്പൊ എമൗണ്ട് ഗിവൺ 1000 ആണ്. വാട്ട് ടു ഫൈൻഡ് എന്താണ്? അപ്പൊ എമൗണ്ട് ഗിവൺ 1000 ആണ്. വാട്ട് ടു ഫൈൻഡ് എന്ന് പറയുന്നത് നമുക്ക് എന്താ കാണേണ്ടത്? വാട്ട് ടു ഫൈൻഡ് എന്താണ്? വാട്ട് ടു ഫൈൻഡ് നമുക്ക് പ്രോഫിറ്റ് കാണണ്ടേ. അപ്പൊ 20 ഡിവൈഡഡ് ബൈ വാട്ട് ഇസ് ഗിവൺ സെയിൽസിന്റെ വാല്യൂ, സെയിൽസിന്റെ പെർസെൻറ്റേജ് 120. സോ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു, ഇതാണ് നമ്മളുടെ പ്രോഫിറ്റ്, ജനറേറ്റഡ് പ്രോഫിറ്റ്. ഓക്കെ, സോ ഇങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുക. ഈ ഒരു സംഗതി നമുക്ക് എന്തിനും യൂസ് ചെയ്യാം. ഏതൊരു ഇക്വേഷൻ ആയാലും, ഇപ്പൊ ടാക്സിന്റെ PBT, PAT ഒക്കെ അതിനും യൂസ് ചെയ്യാം. PBTന്റെ കേസിൽ എപ്പോഴും PBT ആണ് 100, കാരണം നമ്മൾ പ്രോഫിറ്റിൽ നിന്നാണ് എന്ത് ചെയ്യുക, ടാക്സ് മൈനസ് ചെയ്ത് PAT കാണുക. ഓക്കെ, സോ PBTന്റെ കേസിൽ, സോറി, ടാക്സ് റിലേറ്റഡ് ഇക്വേഷൻസിന്റെ കേസിൽ PBT ആണ് എപ്പോഴും 100. സോ അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എല്ലാം പഠിക്കാൻ നോക്കാം. ഓക്കെ, അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. ഇവിടെ ഇതിനെ പോരാ, നല്ല ലൈറ്റ് ആക്കാം. ഓക്കെ, സോ ഇവിടെ ഞാൻ ഫയൽ ഷെയർ ചെയ്താൽ നിങ്ങൾ അത് നോക്കിക്കോ. ഓക്കെ, സോ നമ്മൾക്ക് ഇവിടെ URP വേണം. URP വേണമെങ്കിൽ അതിന്റെ ഒരു സംഭവം, URP വേണമെങ്കിൽ ഇവിടെ പറയുന്നുണ്ട്. 2.6 million included goods brought from Paladin company at cost to Saracen company of 2.6 million ആണെന്ത് സാധനങ്ങൾ വിറ്റത്. ഓക്കെ, സോ ഇവര് കോസ്റ്റിൽ 2.6 million എഴുതണമെങ്കിൽ ഇവർക്ക് കിട്ടിയത് 2.6 million അല്ലെ? So that means the selling price Paladin charged us 2.6 million. Understood? So ആ ഒരു ലോജിക്ക് കത്തണേ. അതായത് ഇവർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? 2.6 million എമൗണ്ടിന്റെ സാധനമാണ് കിടക്കുന്നത്. സോ ദാറ്റ് മീൻസ് ആ 2.6 million ആണ് എന്ത്? സെല്ലിംഗ് പ്രൈസ് അല്ലെ? സോ വാട്ട് ഇസ് ഗിവൺ ഇസ് ദി സെല്ലിംഗ് പ്രൈസ്. ഇനി ഇവര് മാർജിൻ ആണോ നോക്കാലോ. 30% ഓൺ കോസ്റ്റ് ആണ്. സോ ഓൺ കോസ്റ്റ് എന്ന് പറയുമ്പോൾ കോസ്റ്റ് ആണ് 100. ഓക്കെ, സോ 2600 തന്നിട്ടുണ്ട്. നമ്മൾക്ക് കാണേണ്ടത് മാർജിൻ അല്ല, സോറി, മാർക്കപ്പ് ആണ്, അല്ലെങ്കിൽ നമ്മളുടെ പ്രോഫിറ്റ് ആണ്. സോ ഇറ്റ് ഈസ് 30%. സോ 30 ഡിവൈഡഡ് ബൈ, അപ്പൊ ഇതെന്തായിരിക്കും? കോസ്റ്റ് 100, പ്രോഫിറ്റ് 30. സോ 100 + 30 130. അപ്പൊ ഇതാണ് നമ്മളുടെ 600 ആണ് നമ്മളുടെ URP എമൗണ്ട്. ഓക്കെ, ഓക്കെ, ഇനി നമ്മൾക്ക് വേണ്ടത് ഫിനാൻസ് കോസ്റ്റ് ആണ്. ഫിനാൻസ് കോസ്റ്റ് എന്തുകൊണ്ടാ? നമ്മൾ ആ പെർച്ചേസ് കൺസിഡറേഷൻ ഡെഫേർഡ് പെർച്ചേസ് കൺസിഡറേഷൻ ആണ്. സോ അതെന്തായാലും ഇവിടെ ഇൻക്ലൂഡഡ് ആവണം. ഫിനാൻസ് കോസ്റ്റ് എത്രയാ വരുന്നത്? ഈക്വൽ ടു എത്രയാണ് നമ്മൾ കൊടുക്കാനുള്ള ആ 5000 into 8%. ഓക്കെ, ദാറ്റ് ഈസ് 400. ഇനി ഇതിന് പുറമെ ചില ക്വസ്റ്റനിൽ പ്രൊഫഷണൽ ചാർജസ് ഉണ്ടാവാം. സോ അതുണ്ടെങ്കിൽ അത് മൈനസ് ആക്കാം. പിന്നെ ഷെയർ ഓഫ് പ്രോഫിറ്റ് ഇൻ ഓഗസ്റ്റ. ഓഗസ്റ്റയുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് എത്രയാണ്? ഓഗസ്റ്റയില് 1200 ആണ് ഇക്കൊല്ലത്തെ പ്രോഫിറ്റ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1200 into 8/12 അല്ലെ? സോ ദാറ്റ് ഈസ് 800 ആണ്.
ആണോ? ഇത് ടൈം അപ്പോർഷൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. പക്ഷേ ഈ 800 നമുക്ക് കിട്ടൂല. നമുക്ക് എത്ര കിട്ടുള്ളൂ? നമ്മൾ എത്രയാണോ പെർസെൻറ്റേജ് ഷെയർ വാങ്ങിയത് അത് മാത്രമേ കിട്ടുള്ളൂ. അതായത് 200. ഇനി ക്വസ്റ്റനിൽ പറയുന്നുണ്ട് ഷെയർ ഓഫ് ഇമ്പയർമെന്റ് ഉണ്ട് ഓഗസ്റ്റയില് അല്ലേ? സോ ഇമ്പയർമെന്റ് ഇസ് ഈക്വൽ ടു എത്രയാണ് ഇമ്പയർമെന്റ്? ഇമ്പയർമെന്റിന് നമ്മൾ എന്ത് ചെയ്യണ്ട? ടൈം അപ്പോർഷൻ ഒന്നും ചെയ്യേണ്ട. ആ ഇമ്പയർമെന്റ് അങ്ങനെ തന്നെ എടുക്കണം. ഇമ്പയർമെന്റ് ഇസ് ഇമ്പയർമെന്റ്. അതിന് ടൈം അപ്പോർഷൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ഫാൾ ഇൻ വാല്യൂ ഓഫ് എസെറ്റ് ആണ് ഇമ്പയർമെന്റ്. സോ 2500 ഇൻറ്റു 0.25 അല്ലെങ്കിൽ 25% ആണ് ഇമ്പയർമെന്റ് വരുന്നത്. ഇവിടെ പോയി സോറി 2500 ആണ് ഇമ്പയർമെന്റ് വരുന്നത്. സോറി, അത് ഷെയർ എടുക്കണ്ടേ, കാരണം ഇമ്പയർമെന്റ് വാല്യൂ ഇടിയുന്നതാണ്. സോ ടൈം അപ്പോർഷനും ചെയ്യരുത്, അതേപോലെ തന്നെ പെർസെൻറ്റേജും കാണിക്കരുത്. സോ ഇത്രയായി. ദാറ്റ് ഈസ് ഈക്വൽ ടു സം ഓഫ് all the things. No മിഠായി. No. You can't eat മിഠായി today. Yes. ആ. ഓക്കെ. ഇനി അടുത്തത് വർക്കിംഗ് നോട്ട് 6 ആണ്, കാരണം അസോസിയേറ്റ് ഉണ്ടല്ലോ. സോ അസോസിയേറ്റിന്റെ വർക്കിംഗ് നോട്ട് 6. ഇപ്പം അസോസിയേറ്റിന് നമ്മള് കോസ്റ്റ് ഇക്വിറ്റി മെത്തേഡിലാണ് നമ്മൾ കാണിക്കുക അല്ലേ? സോ കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എത്രയാന്ന് നോക്കാലോ. നമ്മൾ എത്ര കൊടുത്തിട്ടാ വാങ്ങിയെന്ന് ഇവിടെ എവിടെയോ ഉണ്ടല്ലോ. ഇതാ അസോസിയേറ്റിനെ നമ്മൾ 10 million ക്യാഷ് കൊടുത്തിട്ടാണ് വാങ്ങിയത്. സോ ഇവിടെ 10,000 ഫില്ല് ചെയ്യുക. പിന്നെ ഷെയർ ഇൻ പ്രോഫിറ്റ് ഈക്വൽ ടു ഈ ഒരു എമൗണ്ട്. അതേപോലെ ഇമ്പയർമെന്റ് ഉണ്ട്, അതും ഇവിടെ ഫില്ല് ചെയ്യാം. That is equal to sum of all these three things together. So 7,700. സോ ഇത്രയാണ് നമ്മൾ വാല്യൂസ്. നമ്മളെ വർക്കിങ്സ് കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യാൻ തുടങ്ങുക? ഫില്ല് ചെയ്യാൻ തുടങ്ങുക. ആസെറ്റ് എന്താണ്? പെലാഡിൻ അക്വയർസ് സെറാസൻ. ഓക്കെ. സോ നമ്മൾ PPE ഫില്ല് ചെയ്യുന്ന സമയത്ത് ഓക്കെ, അപ്പൊ PPE ഫില്ല് ചെയ്യുമ്പം എല്ലാം എടുക്കാൻ തുടങ്ങിക്കോ. അതായത് ഇത് രണ്ടുമാണ് നോക്കേണ്ടത്, സെറാസനും ഈ സംഭവം. ഓക്കെ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, നിങ്ങൾ ചെയ്യുമ്പം ഇത് ചെയ്യുമ്പോൾ എന്നോട് പറയാം. ഐ മീൻ ഞാൻ ACCAന്റെ ലിങ്ക്, അതായത് ഗൂഗിൾ ഷീറ്റ് ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന്റെ കൂടെ തന്നെ ഉണ്ടാവും. ഓക്കെ. അപ്പം ഓരോ സെല്ലും ക്ലിക്ക് ചെയ്ത ആ എമൗണ്ട് എങ്ങനെ കിട്ടിയെന്നുള്ളത് ഉണ്ടാവും. അപ്പൊ ഇവിടെ 40,000 പ്ലസ് 31,000. ഓക്കെ. സോറി, പ്ലസ് റീവാലുവേഷൻ ഗെയിൻ ആയ 4,000. പിന്നെന്താണ്? മൈനസ് എന്താണ് നമ്മളുടെ ഡിപ്രീസിയേഷൻ. സോ ഇത്രയാണ് 74,000 ആണ് ഇവിടെ വരുന്നത്. ഇനി അടുത്തത് ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ഉണ്ട്. ഓക്കെ. ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ഈക്വൽ ടു എത്രയാണ്? 7,500. ഓക്കെ. പ്ലസ് മറ്റേത് എത്രയായിരുന്നു ഉണ്ടായേ? 6 million ആണോ? അല്ല, 3 million ആയിരുന്നു. സോ 3,000 മൈനസ് 500. ഓക്കെ. മൈനസ് 500 amortization. ഇനി വേറെന്താ ഉള്ളത്? ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ട്. അതായത് അസോസിയേറ്റിന്റെ ഇൻവെസ്റ്റ്മെന്റ് മാത്രം നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ എഴുതും. അത് ഓഗസ്റ്റിന്റെ ആണ്. സോ ഓഗസ്റ്റിന്റെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്.
that is equal to നമ്മള് വർക്കിംഗ് നോട്ട് 6. ഓക്കെ, സോ ഇവിടെ എഴുതി കൊടുക്കാം വർക്കിംഗ് നോട്ട് 6. അപ്പൊ അതായി. ഇനി കറണ്ട് അസറ്റ്സിലോട്ട് പോവാം. കറണ്ട് അസറ്റ്സിൽ ഇവിടെ നമ്മള് പഠിച്ച ആ URP എന്ന് പറയുന്ന സാധനം കുറച്ച് സ്ഥലങ്ങളിൽ നിന്ന് ഡിഡക്ഷൻസ് ഉണ്ട്. അത് ഫെർദർ ആയിട്ട് ഞാൻ പറയും. പക്ഷെ ഇപ്പം ഫോർ നൗ നമ്മള് 11,200 പാരന്റിന്റെ എടുത്തു, പ്ലസ് 8,400 സബ്സിഡിയറിന്റെ എടുത്തു. ഇനി നമ്മൾ എന്ത് മൈനസ് ചെയ്യണം? URP എന്ന് പറയുന്ന സംഗതി മൈനസ് ചെയ്യണം. ഓക്കെ, നമ്മൾ എന്ത് മൈനസ് ചെയ്യണം? URP മൈനസ് ചെയ്യണം. ഓക്കെ, ഇനി URPക്ക് പുറമെ വേറൊരു സാധനം കൂടിയുണ്ട്. ഇനി URPക്ക് പുറമെ ഇവര് പറയുന്നുണ്ട് മുൻപേ ഒരു കറണ്ട് അക്കൗണ്ട് ബാലൻസ് ആയ 1,300 ഉണ്ടായിരുന്നു. അപ്പൊ 1,300ന്റെ ഗുഡ്സ് അവിടെ ഉണ്ട്. അപ്പൊ URP ഞാനിത് പറയാൻ പറയുന്നത് ബേസിക് ലോജിക്ക് അൺസോൾഡ് ഗുഡ്സിന്റെ മുകളിലാണ് URP ഉണ്ടാവുക. ഓക്കെ, അത് ഞാൻ പറയും. URPന്റെ വേറെ തന്നെ ഒരു സെക്ഷൻ ഡീറ്റെയിൽ ആയിട്ട് എടുക്കും. അപ്പൊ അൺസോൾഡ് ഗുഡ്സ് എവിടെ കിടക്കരുത്? അൺസോൾഡ് ഗുഡ്സ് ഉണ്ടെങ്കിൽ അതും എന്ത് ചെയ്യണം? നമ്മൾ URP ആയിട്ട് കൺസിഡർ ചെയ്യണം. അപ്പൊ ഇവിടെ പറയുന്നുണ്ട് കറണ്ട് അക്കൗണ്ട് ബാലൻസ് എന്തുണ്ട് അവിടെ 1,300 ആയിട്ട് ഉണ്ടെന്ന് പറയുന്നുണ്ട്. സോ ആ 1,300ഉം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. എനി ട്രേഡ് റിസീവബിൾസ് അഡ്ജസ്റ്റ്മെന്റ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. എത്രയാണ്? 7,400ഉം 5,300ഉം ഈക്വൽ ടു 7,400 പ്ലസ് 5,300. ഓക്കെ, പിന്നെ ടാക്സ് റീഫണ്ട് ആവും, അത് മറ്റേതിന്റെ കൊണ്ടുവന്നുണ്ടോ അല്ലെ. പിന്നെ ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ് ഉണ്ട് അല്ലെ. എത്രയാണ്? 3,400. മറ്റാക്കൊന്നുമില്ല. ഓക്കെ, സോ നമ്മളുടെ ടോട്ടൽ അസറ്റ് ഇസ് ഈക്വൽ ടു സം ഓഫ് ഓൾ ദി തിങ്സ്. ഓക്കെ, സോ 3 ആണ് നമ്മളുടെ ടോട്ടൽ. ഇവിടെ ഒരു സാധനം നമ്മൾ മിസ്സിംഗ് ആക്കിയിട്ടുണ്ട്. അതായത് നമ്മളെ ഗുഡ് വിൽ. രാത്രി എണീറ്റിട്ട് രാവിലെ പിച്ച് കഴിച്ചല്ലോ. ഗുഡ് വിൽ എന്ന് പറയുന്നത് വർക്കിംഗ് നോട്ട് 3 അല്ലെ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ എമൗണ്ട്. ഓക്കെ, സോ ഇതെന്ത് ചെയ്യാം? മൂത്രിച്ചത് പോയാ മൂത്രിച്ചത് പോയാ
നമ്മൾ ഹൈലൈറ്റ് ചെയ്യാം. അപ്പൊ ഗുഡ് വില് കൊടുത്തിട്ടുണ്ട്, വർക്കിംഗ് നോട്ട് 3 ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഷെയർ ക്യാപിറ്റലോട്ടോ. അപ്പം ഷെയർ ക്യാപിറ്റൽ എത്രയുണ്ട്? ഷെയർ ക്യാപിറ്റൽ ഇത് തന്നെയാണ്, അതായത് ഇവരുടെ ഷെയർ ക്യാപിറ്റൽ കൂടൂല. ഓക്കെ, സോ 50,000 തന്നെയാണ്. റീറ്റെയിൻഡ് ഏർണിങ്സ് ഓൾറെഡി നമ്മൾ പറഞ്ഞു. ഇതാണ്. ഓക്കെ, ഇതെത്ര? വർക്കിംഗ് നോട്ട് 5. ഓക്കെ, ഇനി വേറൊന്നും ഇല്ലല്ലേ? ഇനി ഇവിടെയാണ് എന്ത് ചെയ്യുക, നമ്മൾ NCI ഫില്ല് ചെയ്യുക. ഓക്കെ, NCIയുടെ ഒരു വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചായിരുന്നില്ലേ? സോ അത് ഇവിടെയാണ് നമ്മൾ ഫില്ല് ചെയ്യാം. ദാറ്റ് ഇസ് ഈക്വൽ ടു NCIയുടെ എമൗണ്ട്. NCI ഇതാ ഇവിടെ 7,900. ദാറ്റ് ഇസ് വർക്കിംഗ് നോട്ട് നമ്പർ 4. ഓക്കെ, സോ അതും ആയി. ഇനി നമ്മൾ നോൺ കറണ്ട് അസറ്റ്സില് ഡെഫേർഡ് ടാക്സ് എന്ന് പറയുന്നത് 15,000ഉം 8,000ഉം ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു 15,000 പ്ലസ് 8,000. ഓക്കെ, പിന്നെ ലീസ് ലയബിലിറ്റി ഒന്നും അവിടെ ഇല്ല, ഇത് പ്രീവിയസ് ക്വസ്റ്റൻ ആയുള്ള ഇതൊക്കെ ഉള്ള. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റും പ്രോബബ്ലി ഇല്ല. ഉണ്ടോ? ആ ഉണ്ടല്ലേ, ശരി. ബാങ്ക് എഴുതിയാൽ മതി, ഓവർ ഡ്രാഫ്റ്റിന് വേണ്ട, കാരണം ലയബിലിറ്റി ആണെങ്കിൽ എന്തായാലും ഓബിയസ്ലി അത് തന്നെ ആയിരിക്കും. സോ 2,500 ആണ് ഉള്ളത്. ഓക്കെ, പിന്നെ ട്രേഡ് പേയബിൾസ് ഇവിടെയും ശ്രദ്ധിക്കാം. മറ്റേടത്ത് ട്രേഡ് റിസീവബിൾ, സോറി, മറ്റേടത്ത് ഇൻവെന്ററിന്ന് നമ്മൾ കുറച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? മറ്റേടത്തുനിന്ന് നമുക്ക് ഇൻവെന്ററിന്ന് കുറക്കാതെ ഇൻവെന്ററി അവിടെ തന്നെ നടക്കട്ടെ. ഈ 1,300 നമുക്ക് ട്രേഡ് പേയബിൾസ് എന്ന് കുറക്കാം. ഓക്കെ, മൈനസ് 1,300. ആ 1,300 തന്നെ ട്രേഡ് പേയബിൾസ് എന്നും കുറക്കാം. ദാറ്റ് ഇസ് ഈക്വൽ ടു ട്രേഡ് പേയബിൾസ് 11,600 പ്ലസ് 6,200 മൈനസ് 1,300. അതായത് കറണ്ട് അക്കൗണ്ട് ബാലൻസ് ഉണ്ടെന്ന് പറഞ്ഞത് നമ്മൾ എന്ത് ചെയ്തു? ഡിഡക്ട് ചെയ്തു. ഓക്കെ, പിന്നെ വരുന്ന ഐറ്റം എന്തൊക്കെയാണ്? ആ, ഇവിടെ ലീസ് ലയബിലിറ്റിക്ക് പകരം നമുക്ക് ഡെഫേർഡ് കൺസിഡറേഷൻ ഒരു കൊല്ലം ആകുമ്പോഴത്തേക്ക് ഡ്യൂ ആണ്. ഓക്കെ, അതില് നമ്മൾ ഇൻട്രസ്റ്റ് ഒഴിവാക്കുക. ഓക്കെ, അതായത് ഡെഫേർഡ് കൺസിഡറേഷനിൽ നമ്മൾ എടുക്കുക നമ്മളുടെ, സോറി, ഇൻട്രസ്റ്റ് ഒഴിവാക്കാനല്ല, ഇൻട്രസ്റ്റ് അടക്കമുള്ള വാല്യൂ നമ്മൾ എന്ത് ചെയ്യും? ഡെഫേർഡ് കൺസിഡറേഷനിൽ ഇൻക്ലൂഡ് ചെയ്യും. അതായത് നമ്മൾ കൊടുക്കാനുള്ള പ്രസന്റ് വാല്യൂ ആയ 5,000, സോറി, പ്രസന്റ് വാല്യൂ ആയ 5,000 പ്ലസ് നമ്മൾ 8% ഇൻട്രസ്റ്റ് അടക്കണം. സോ 400. അപ്പം ഈക്വൽ ടു നോക്കാലോ ടാലി ആവോ. ഏറ്റവും വലിയ പ്രശ്നം പഠിപ്പിക്കുമ്പോഴുള്ള പ്രശ്നമാണ്. എക്സാമിന് നിങ്ങൾ പേടിക്കണ്ട, ടാലി കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? സ്കോർ ചെയ്യാൻ പറ്റും. ഞാൻ ക്ലാസ് ടൈം എല്ലാം ടാലി കിട്ടുന്ന മനുഷ്യനാണ് കേട്ടോ. എക്സാമിന് പോയാലേ എനിക്ക് ടാലി കിട്ടാണ്ട് പോകും. ഓക്കെ, സോ ടാലി ആയിട്ടുണ്ട്. സോ ഇതാണ് നമ്മളുടെ കൺസോൾട്ടേഷന്റെ ഒരു പാർട്ട് 1 എന്ന് പറയാം. ഓക്കെ, നാളെ ഒരു പാർട്ട് 2 ചെയ്യും, പിന്നെ തീർന്നു. പാർട്ട് 2 കഴിഞ്ഞതിന് പിന്നെ നമുക്കിവിടെ തീർന്നു.
പിന്നെ പാർട്ട് 3 ഇല്ല. ഓക്കെ, പിന്നുള്ളത് റേഷ്യോസ് ആണ്. ഇനി എനിക്ക് ഒരു ചെറിയൊരു ടോപ്പിക് എടുക്കാനുണ്ട്. സോ അത് എടുത്തുതരാം. കുറച്ചൊരു കുഞ്ഞ് ഇൻട്രാ ഗ്രൂപ്പ് സെയിൽസ് തമ്മിലുള്ള കുറച്ച് കാര്യങ്ങൾ എടുക്കാനുണ്ട്. സോ അതും കൂടി എടുത്തിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇന്ന് വൈൻഡപ്പ് ചെയ്യാം. എന്നിട്ട് അതിന് ശേഷം ഒരു ക്ലാസ്സും കൂടി, ഒരു ക്വസ്റ്റ്യനും കൂടി ചെയ്തിട്ട് നമ്മൾ റേഷ്യോ ഡിസ്പോസൽ ഓഫ് സബ്സിഡിയും കൂടി ചെയ്തിട്ട് റേഷ്യോസിലോട്ട് കിടക്കും. ഓക്കെ, സോ ഇന്നത്തെ ഈ ഒരു എക്സൽ ഷീറ്റിലുള്ള വർക്കിംഗ്സ് ഒക്കെ കഴിഞ്ഞു. ഓക്കെ, ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ എന്ത് ചെയ്യാ, ക്ലാസ് കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ലെക്ചർ നോട്ട്സ് എഴുതുക. കാരണം ഇതിന് വേറെ നോട്ട്സ് ഒന്നും എൻ്റെ കയ്യിലില്ല. ഓക്കെ, സോ ഫസ്റ്റ് വരുന്നത് നോട്ട്സ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സൈഡിലേക്ക് എഴുതുക. ഓക്കെ, നോട്ട്സ്. അപ്പൊ ഇതില് ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻട്രാ ഗ്രൂപ്പ് സെയിൽ ആണ്. ഓക്കെ, ഇൻട്രാ ഗ്രൂപ്പ് സെയിൽ ആൻഡ് അൺറിയലൈസ്ഡ് പ്രോഫിറ്റ്. അതായത് നമ്മൾ ഈ പഠിച്ച URPയുടെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പോവാണ്. ഓക്കെ, എക്സാമ്പിൾ എടുക്കുക. സപ്പോസ് രണ്ട് കമ്പനി ഉണ്ട്, പി ഉണ്ട്, എസ് എന്ന് പറയുന്ന ഒരു കമ്പനിയും ഉണ്ട്. ഓക്കെ, PS-നെ എക്വയർ ചെയ്തു. ഓക്കെ, PS-നെ എക്വയർ ചെയ്തു. ഓക്കെ, ആൻഡ് പിയും എസും തമ്മിൽ എന്താണ് ട്രാൻസാക്ഷൻസ് ഒക്കെ സംഭവിക്കുന്നുണ്ട്. അപ്പൊ പി എന്ത് ചെയ്തു, എസിന് കുറച്ച് സാധനങ്ങൾ വിറ്റു. അപ്പൊ പി അത് വിറ്റത്, പിന്റെ കോസ്റ്റ് അത് 10 ആണ്. ഓക്കെ, പക്ഷെ എസിന് വിറ്റത് 12-നാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു 2 റുപ്പി, സോറി, ഇപ്പം റുപ്പി ആയിട്ട് തന്നെ എടുക്കാം, ഡോളേഴ്സ് വേണ്ട, അല്ലെങ്കിൽ വേണ്ട, ഡോളർ തന്നെ മതി. കാരണം നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് റുപ്പി ഒന്നും ഇല്ല. അപ്പം $2 ആണ് ഇവരുടെ URP അല്ലെ. ഓക്കെ, അതേപോലെ ഒരു സെക്കൻഡ് സെനേറിയോ എടുക്കുക. ഇനി എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് ആണെന്ത്, URP അല്ലെ. ഇനി ഈ URP ഓൺലി ഓൺ അൺസോൾഡ് ഗുഡ്സ് ആണ് ഉണ്ടാവുള്ളൂ. അതായത് എല്ലാ ഗുഡ്സിനും ഉണ്ടാവില്ല. വിറ്റ ഗുഡ്സ് അൺസോൾഡ് ആയിട്ട് കിടപ്പുണ്ടെങ്കിൽ അതിനാണ് URP കൊടുക്കുള്ളൂ. അപ്പം ഇത് ഫസ്റ്റ് സെനേറിയോ ആണ്. ഇനി സെക്കൻഡ് സെനേറിയോ കൺസിഡർ ചെയ്യാലോ. സെക്കൻഡ് സെനാരിയോയില് PS-ന് ഗുഡ്സ് വിറ്റിട്ടുണ്ട്. ഓക്കെ, അപ്പൊ 10 എന്നുള്ള ഗുഡ്സ് 12-ലാണ് വിറ്റ്. ഓക്കെ, ഈ 12 മൊത്തം എസ് എന്ത് ചെയ്യും, ഔട്ട്സൈഡ് കസ്റ്റമർക്ക് വെക്കും. ഓക്കെ, സോ ഈ ഒരു കേസ് അപ്പം ഇവരെന്ത്, എസ് എന്ത് ചെയ്തു, മൊത്തമായിട്ട് അങ്ങ് പുറത്തേക്ക് വിറ്റു. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ അൺസോൾഡ് ഗുഡ്സ് ഇല്ലല്ലോ. അൺസോൾഡ് ഗുഡ്സ് ഇല്ലാത്തതുകൊണ്ട് എന്തോ ഇല്ല, URP ഇല്ല. പക്ഷെ ഇവിടെ പ്രശ്നം വരിക ഈ കറണ്ട് അക്കൗണ്ട് ബാലൻസിൽ ഇത്ര എമൗണ്ട് ഉണ്ട് എന്നൊക്കെ പറയുമ്പോഴാണ്. ഓക്കെ, ഇനി തേർഡ് ഇതിൽ തന്നെ A ആണ് ഇപ്പൊ പറഞ്ഞത്. ഇനി B പറയാം. ഓക്കെ, P എന്ത് ചെയ്തു, എസിന് ഗുഡ്സ് സെൽ ചെയ്തു. ഓക്കെ, 10-ന്റെ ഗുഡ്സ് 15-നാണ് സെൽ ചെയ്തത്. ഓക്കെ, അപ്പൊ 5 ഇവിടെ URP ഉണ്ട് അല്ലെ. ഇത് അൺസോൾഡ് ആയിട്ട് തന്നെ കിടപ്പുണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ആ 5-നെ നമ്മൾ എന്ത് ചെയ്യും, URP ആയിട്ട് ട്രീറ്റ് ചെയ്യും. ഓക്കെ, ഇനി ഇവിടെ ഇൻട്രാ ഗ്രൂപ്പ് സെയില് ടോട്ടൽ എത്ര നടന്നിട്ടുണ്ട്, ടോട്ടല് 12 + 15 ഇൻട്രാ ഗ്രൂപ്പ് സെയിൽ നടന്നിട്ടുണ്ട് അല്ലെ. പക്ഷെ അതിൽ എത്രയാണ് URP ഉള്ളൂ, 5 ആണ് URP ഉള്ളൂ. ബിക്കോസ് അത്രയാണ് അൺസോൾഡ് ഗുഡ്സ് ആയിട്ടുള്ളൂ. ഓക്കെ, ഇനി URP പറയുന്ന സമയത്തുള്ള ട്രീറ്റ്മെന്റ്സ് ആണ് പറയാൻ പോകുന്നത്. സപ്പോസ് പാരന്റ് ആണ് സെല്ലർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ SOFPയില് നമ്മൾ നേരത്തെ ചെയ്ത പോലെ എടുക്കും. അത് മാത്രമല്ല വർക്കിംഗ് നോട്ട് 5 എന്ന് നമ്മൾ എടുത്തു കളയണം. അതേപോലെ ഇപ്പം URP അസോസിയേറ്റീവ് ആയിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ വർക്കിംഗ് നോട്ട് 6 എന്ന ഇത് രീതിയിലും എടുക്കണം അസോസിയേറ്റിലാണെങ്കിൽ.
വർക്കിംഗ് നോട്ട് 5ഉം വർക്കിംഗ് നോട്ട് 6ഉം. ഓക്കെ, ഇനി SOP ഈ സെയിം URP നമ്മൾ കോസ്റ്റിൽ ആഡ് ചെയ്യണം. കോസ്റ്റ് ഓഫ് സെയിൽസിൽ എന്ത് ചെയ്യും? ആഡ് ചെയ്യും. ഓക്കെ, ഇനി സപ്പോസ് നമ്മളുടെ അസോസിയേറ്റ് ആണ് സെല്ലർ എന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ SOFPയിൽ നമ്മൾ SOFPയിൽ എടുക്കുന്ന കാര്യം, അതായത് റീറ്റെയിൻഡ് ഏർണിംഗ്സിൽ നിന്ന് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക വർക്കിംഗ് നോട്ട് 5 എന്ന് റെഡ്യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, പിന്നെ ഇതേ സംഗതി എവിടെയും കാണിക്കണം, റിഫ്ലക്ട് ചെയ്യണം. ഇൻവെന്ററീസിൽ എന്തായാലും റിഫ്ലക്ട് ചെയ്യണം, നമ്മൾ നേരത്തെ ചെയ്ത പോലെ. ഓക്കെ, അതേപോലെ URP കോസ്റ്റിലേക്ക് ആഡ് ചെയ്യും ചെയ്യാം. ഓക്കെ, സോ ഇത്രയാണ് ട്രീറ്റ്മെന്റ്സ്. ഓക്കെ, ഓക്കെ, ഇപ്പൊ ട്രീറ്റ്മെന്റ് ഒന്ന് സമ്മറൈസ് ചെയ്യണേ. ട്രീറ്റ്മെന്റ് സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ, ട്രീറ്റ്മെന്റ് സ്പെല്ലിംഗ് ഒക്കെ റോങ്. ഓക്കെ, രണ്ട് രീതിയിൽ നമുക്ക് സമ്മറൈസ് ചെയ്യാം. ഒന്ന് സെല്ലർ പെർസ്പെക്റ്റീവ്, ഒന്ന് ബയർ പെർസ്പെക്റ്റീവ്. ഓക്കെ, സെല്ലർ പെർസ്പെക്റ്റീവിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? സെല്ലറുടെ REന്ന് റിമൂവ് ചെയ്യും. ഓക്കെ, ബയർ പെർസ്പെക്റ്റീവിൽ നമ്മൾ എന്ത് ചെയ്യും? ഇൻവെന്ററിന്ന് റിമൂവ് ചെയ്യും. ഓക്കെ, അണ്ടർസ്റ്റുഡ്? കാരണം എന്താണ്? ഇൻവെന്ററിയിൽ ബയർ എന്ത് ചെയ്യും? റെക്കോർഡ്സ് അലോങ് വിത്ത് ദി URP അല്ലെ? അതുകൊണ്ടാണ് ഇൻവെന്ററിന്ന് നമ്മൾ ഒഴിവാക്കുന്നത് അല്ലേ? ബയർ എന്തായാലും അവർക്ക് ഇത്ര പ്രോഫിറ്റ്, അവർക്ക് ഇത്ര സെല്ലിംഗ് പ്രൈസ് എന്നൊന്നല്ലാലോ ആക്കുക. അവർ എത്രക്കാണോ മേടിച്ചത് ഇൻവെന്ററി ആ കോസ്റ്റിലാണ് കാണിക്കുക. സോ അതുകൊണ്ടാണ് അവിടുന്ന് നമ്മൾ ഇങ്ങനെ റിമൂവ് ചെയ്യുന്നത്. ഓക്കെ, ഇനി വേറൊരു ചെറിയൊരു സംഭവം കൂടി ഉണ്ട്. അസറ്റിന്റെ ട്രാൻസ്ഫർ ഉണ്ടാവുമ്പോ, ഓക്കെ, ഇൻട്രാ ഗ്രൂപ്പ് സെയിൽ ഓഫ് അസറ്റ്സ് നടക്കുമ്പോഴൊക്കെയാണ്. ഓക്കെ, സോ അസറ്റ് തമ്മിൽ ഇതിപ്പോ നമ്മൾ ഇൻവെന്ററി, അതായത് സാധനങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതാ പറഞ്ഞത്. ഇനി ഇപ്പൊ സപ്പോസ് അസറ്റിന്റെ സെയിലാണ് നടക്കുന്നത് വിചാരിക്കുക. ഒരു പാരന്റ് ഉണ്ട്, സബ്സിഡറിക്ക് എന്ത് ചെയ്തു? സെയില് നടത്തി. ഓക്കെ, ആൻഡ് പാരന്റ് സബ്സിഡറി അക്വയർ ചെയ്തിട്ട് 1 year ആയി. ഓക്കെ, ഇനി ഈ വിറ്റ സാധനം 1000ന്റെ ആണ്, 1500-നാണ് കൊടുത്തതെന്ന് വിചാരിക്കുക. ഓക്കെ, യൂസ്ഫുൾ ലൈഫ് റിമൈനിങ് ആയിട്ട് 5 years ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ URP അല്ലെങ്കിൽ പ്രോഫിറ്റ് എത്രയാണ്? 500 ആണ് അല്ലെ? സോ ഇത് നമ്മൾ എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നത് എന്നുള്ളതാ പറയാൻ പോകുന്നത്. ഇവിടെ നമ്മൾ എക്സസ് ഡിപ്രീസിയേഷൻ എന്തായാലും കാണിക്കണം, എത്ര ഡിപ്രീസിയേഷൻ ഉണ്ട് എന്നുള്ളത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 500 ഡിവൈഡഡ് ബൈ 5 ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് 100 പെർ ഇയർ കിട്ടും അല്ലെ? ഓക്കെ, സോ ഡിപ്രീസിയേഷൻ അടക്കം 400 ആയിരിക്കും അയാള് അക്കൊല്ലം റെക്കോർഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ സെല്ലർ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവുക ആ ഒരു എമൗണ്ടിനായിരിക്കും. ഓക്കെ, ഇനി ഇവിടെ P ആണ് സെല്ലർ, S ആണ് എന്ത്? സോറി, ഇഫ് P is the seller and if S is the seller എന്താണ് നമ്മളുടെ സംഭവങ്ങളെന്ന് പറയാൻ പോകുന്നത്? വർക്കിംഗ് നോട്ട് 5 എന്ന് ആസ് യൂഷ്വൽ റെഡ്യൂസ് ചെയ്യുക. ഓക്കെ, പിന്നെ PPE എന്ന് എന്ത് ചെയ്യുക? ഇതിനെ കുറച്ചിടുക. അതേപോലെ ഇതിനെ വർക്കിംഗ് നോട്ട് 2 റെഡ്യൂസ് ചെയ്യുക, DORലാണ് ഇടേണ്ടത്. അതേപോലെ PPE എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. അപ്പൊ ഇതാണെന്ത്? ട്രീറ്റ്മെന്റ്. ക്ലിയർ അല്ലേ? ഇനി അടുത്തത് നമ്മൾക്ക് സബ്സിഡറിന്ന് എന്ത് ചെയ്യും? ഡിവിഡൻസ് കിട്ടും അല്ലെ? ഷെയർസ് ഉണ്ടെങ്കിൽ എന്തായാലും ഡിവിഡൻസ് കിട്ടും. അപ്പൊ സബ്സിഡറിയിൽ നിന്നും കിട്ടും, അസോസിയേറ്റിൽ നിന്നും ഡിവിഡൻഡ് കിട്ടും അല്ലെ? അപ്പൊ സബ്സിഡറിയുടെ ഡിവിഡൻഡ് നമ്മൾ ഒരിക്കലും റെക്കോർഡ് ചെയ്യില്ല. ഓക്കെ, കാരണം എന്താ? കൺസോളിഡേഷനിൽ അത് സബ്സിഡറി പാരന്റ് എന്നൊന്നുമില്ല, രണ്ടും ഒന്നാണ്. ഇവിടെ നമ്മൾ അസോസിയേറ്റിന്റെ ഡിവിഡൻസ് നമ്മൾ എന്ത് ചെയ്യും? ഷെയർ ഇൻ പ്രോഫിറ്റിന്റെ കൂടെ ആഡ് ചെയ്യും. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി
നിങ്ങൾ കാണുക, എന്നിട്ട് അതുപോലെ തന്നെ നോട്ട്സ് എന്ത് ചെയ്യുക, എഴുതിയെടുക്കുക. ഓക്കെ. ഇനി SOPL ആണെങ്കിൽ ഇങ്ങനത്തെ എല്ലാ ട്രാൻസ്ഫേഴ്സും ഓക്കെ വർക്കിംഗ് നോട്ട് 2ന്റെ ഏതെങ്കിലും ഒരു സൈഡിൽ നമ്മൾ എടുക്കും. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി ശ്രദ്ധിച്ച് കേട്ടോ, SOPL അഡ്ജസ്റ്റ്മെന്റ്സ് ഈ ഐദർ സൈഡ് നമ്മൾ എടുക്കുന്ന പറഞ്ഞ അഡ്ജസ്റ്റ്മെന്റ്സ് ആണ് നോക്കാൻ പോകുന്നത്. ഇൻട്രാ ഗ്രൂപ്പ് സെയിൽ നടന്നു കഴിഞ്ഞാൽ ആ ഇൻട്രാ ഗ്രൂപ്പ് സെയിലിന്റെ ഒരു വാല്യൂ റവന്യൂ എന്ന് മൈനസ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് പെർസെന്റേജ് തന്നാൽ ശരിക്കും നിങ്ങൾക്ക് C കണ്ടുപിടിക്കേണ്ടി വരും, P കണ്ടുപിടിക്കേണ്ടി വരും, അതേപോലെ S കണ്ടുപിടിക്കേണ്ടി വരും. ഇതിൽ ഏതെങ്കിലും ഒന്ന് തന്നിട്ടുണ്ടാവും, ബാക്കി രണ്ടെണ്ണം എന്തായാലും കണ്ടുപിടിക്കണം. ഇനി ഈ IGS തന്നെ എന്ത് ചെയ്യാം, കോസ്റ്റ് ഓഫ് സെയിൽസ് ഒന്ന് മൈനസ് ചെയ്യാം. ഓക്കെ, അതായത് സെല്ലിംഗ് പ്രൈസ് കോസ്റ്റ് ഓഫ് സെയിൽസ് ഒന്ന് മൈനസ് ചെയ്യാം. URP എന്ത് ചെയ്യാം, കോസ്റ്റ് ഓഫ് സെയിൽസിൽ ആഡ് ചെയ്യാം. ഓക്കെ, URP എന്ത് ചെയ്യാം, കോസ്റ്റ് ഓഫ് സെയിൽസിൽ ആഡ് ചെയ്യാം. ഇനി സപ്പോസ് വേറെ എന്തെങ്കിലും തരത്തിലുള്ള എമൗണ്ടോ ഡിപ്രീസിയേഷനോ തന്നിട്ടുണ്ടെങ്കിൽ അതും കോസ്റ്റ് ഓഫ് സെയിൽസിലാണ് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, ഇനി ഒരു ചെറിയ കാര്യം കൂടിയുണ്ട്. Intra group balances. Okay, intra group balances. ഓക്കെ, ഇത് സംഭവം നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് തന്നിട്ടുണ്ടാവും, അപ്പൊ അത് കണ്ടുപിടിക്കണം. അതാണ് ബേസിക് ഐഡിയ. ഓക്കെ, സോ അതിന്റെ ആ ഒരു ഫോമാറ്റ് ആണ്. ട്രേഡ് പേയബിൾസ് എന്ത് ചെയ്യാ, നമ്മള് മൈനസ് വാല്യൂ ആയിട്ട് കാണിക്കും. ഓക്കെ, ക്യാഷ് ഇൻ ട്രാൻസിറ്റ്. ക്യാഷ് ഇൻ ട്രാൻസിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരാള് പേയ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പൈസ വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് എന്നർത്ഥം. അത് നമ്മൾ ആഡ് പ്ലസ് ആയിട്ട് കാണിക്കുക. പിന്നെ ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് അതും എന്ത് ചെയ്യും, പ്ലസ് ആയിട്ട് കാണിക്കും. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എമൗണ്ട് ആണെന്ത്, ട്രേഡ് റിസീവബിൾസ്. ഓക്കെ, ആൻഡ് ഓക്കെ, അപ്പൊ ട്രേഡ് റിസീവബിൾസ് ആണ് ഇത്. ഓക്കെ, അപ്പം ട്രേഡ് പേയബിൾസിന്റെ എമൗണ്ട് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇതൊക്കെ ഇതിന്റെ കൂടെ ആഡ് ചെയ്യുന്നതാണ്, ആഡ് ചെയ്യുന്ന. അപ്പൊ ട്രേഡ് റിസീവബിൾസിന്റെ ട്രേഡ് പേയബിൾസിന്റെ ഒരു എമൗണ്ട് ഉണ്ടെങ്കിൽ അത് കൺസോളിഡേറ്റഡ് FS ട്രേഡ് പേയബിൾസിന്റെ സെക്ഷനിൽ നമ്മൾ എന്ത് ചെയ്യും, മൈനസ് ചെയ്യും. ഓക്കെ, അതേപോലെ ക്യാഷ് ഇൻ ട്രാൻസിറ്റ് എന്ന് പറയുന്ന സംഭവം നമ്മൾ ക്യാഷിലേക്ക് ആഡ് ചെയ്യും. അതേപോലെ ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് എന്ന് പറയുന്ന സംഭവം നമ്മൾ ഇൻവെന്ററിയിലേക്ക് ആഡ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ട്രീറ്റ്മെന്റ്സ് പോകുന്നത്. ഇനി ഇത് കഴിഞ്ഞ് കിട്ടുന്നത് ഇത് കഴിഞ്ഞ് കിട്ടുന്നത് എന്താണ്, ട്രേഡ് റിസീവബിൾസ് എന്നാന്ന് പറഞ്ഞു അല്ലെ. ഈ ട്രേഡ് റിസീവബിൾസ് നമ്മൾ എന്ത് ചെയ്യും, മൈനസ് ചെയ്യണം കൺസോളിഡേറ്റഡ് സ്റ്റേറ്റ്മെന്റിൽ. ക്ലിയർ അല്ലേ? ഇനി ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് ഇപ്പം ഉണ്ടെന്ന് വിചാരിക്കാം. ഇഫ് ദർ ഇസ് ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ്, അങ്ങനെയാണെങ്കിൽ അത് അൺസോൾഡ് ഗുഡ്സ് ആണ് അല്ലെ. എന്തായാലും ഒബ്വിയസ്ലി അൺസോൾഡ് ഗുഡ്സ്. ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് അതിന്റെ ലിറ്ററൽ മീനിങ് എടുക്കുക. അതായത് ഗുഡ്സ് ഇവിടുന്ന് പോയിട്ടുണ്ട് പക്ഷെ അവിടെ എത്തിയിട്ടില്ല. ഇൻ ട്രാൻസിറ്റ്, ഇൻ ട്രാൻസ്പോർട്ടേഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ അത് അൺസോൾഡ് ഗുഡ്സ് ആണ്. അൺസോൾഡ് ഗുഡ്സ് ആണെങ്കിൽ അവിടെ എന്തുണ്ടാവും, URP ഉണ്ടാവും. അണ്ടർസ്റ്റുഡ്? ഓക്കെ അല്ലേ? ഇനി ചെറിയൊരു ഇക്വേഷനും കൂടി ഉണ്ട്. ഡേറ്റ് ഓഫ് എക്വിസിഷന്റെ പ്രോഫിറ്റ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഡേറ്റ് ഓഫ് റിപ്പോർട്ടിംഗ് പ്രോഫിറ്റിൽ നിന്ന് എന്ത് മൈനസ് ചെയ്താൽ മതി, ഇൻടു മന്ത്സ് ബൈ 12 എന്നുള്ള കണക്കിലെടുത്താൽ മതി. ഓക്കെ, സോ അത്രയും ആണ് നമ്മളുടെ ആ ഒരു
ഈ ഒരു സംഭവം. ഓക്കെ, ഇതിലൊരു ചെറിയ കാര്യം കൂടിയുണ്ട്, നെഗറ്റീവ് ഗുഡ് വിൽ. നെഗറ്റീവ് ഗുഡ് വിൽ എപ്പോഴാ വരുന്നത്? നമ്മൾ ഒരു സാധനം വാങ്ങാൻ വേണ്ടി ബാർഗെയിൻ ചെയ്യും. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യും? PS-നെ എക്വയർ ചെയ്യാൻ വേണ്ടി നിൽക്കുവാണ്. S1000 പറയുന്നുണ്ട്. നമ്മളത് ബാർഗെയിൻ ചെയ്ത് 900-ലോട്ടാക്കും. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യും? 900-ലോട്ട് ഫിക്സ് ചെയ്യും. ഓക്കെ, അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ് നെഗറ്റീവ് ബാർഗെയിനിങ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു കേസിൽ ഗുഡ് വിൽ അല്ല ക്രിയേറ്റ് ചെയ്യുന്നത്, പകരം എന്താണ്? ഗുഡ് വിൽ കുറയുക ചെയ്യുക അല്ലെ? പക്ഷെ പാരന്റ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പ്ലസ് പോയിന്റ് ആണ്. കാരണം 1000-നുള്ള ആ ഒരു ബിസിനസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? 900-ന് എക്വയർ ചെയ്തിട്ടുണ്ട് അല്ലെ? സോ നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ വർക്കിംഗ് നോട്ട് 5-ല് ആഡ് ചെയ്യും. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇൻകം ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യും. ഓക്കെ, സോ ഇതിന്റെ പാർട്ട് 2 ഞാൻ നാളെ ഇടും. മറ്റന്നാളെ റേഷ്യോസും കൂടെ ഇടും. എന്നിട്ട് നമ്മൾ ഇതങ്ങ് തീർക്കാൻ പോവാണ് കേട്ടോ. സോ മേ ബി ചിലപ്പം ഡിസ്പോസൽ ഒരു വളരെ ചെറിയ ടോപ്പിക് ആയതുകൊണ്ട് ചിലപ്പം ഞാൻ നാളെ തന്നെ റേഷ്യോസ് തുടങ്ങും. എന്നിട്ട് നാളെ തന്നെ തീർക്കാൻ വേണ്ടി നോക്കും. ഓക്കെ, സോ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു, ബൈ. ശരി.